why sellers are leaving Amazon? Do you think sellers are? I don't think so. ഉണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഇതിന് ജസ്റ്റ് ഒരു സെയിൽസ് ചാനലായിട്ട് മാത്രം കാണുന്നവരെ സംബന്ധിച്ച് മാർക്കറ്റ് പ്ലേസ് ലെവറേജ് ചെയ്തു. മാർക്കറ്റ് പ്ലേസ് അങ്ങോട്ട് കുതിച്ച് കയറുന്ന സമയത്ത് നിങ്ങളും അതിന്റെ കൂടെ അങ്ങോട്ട് നിന്നൊടുത്ത്. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയാണ്. ഞാൻ മാർക്കറ്റ് പ്ലേസ് അടിപൊളിയാണ്. ദാവൂദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ദാവൂദൻ ഞാൻ ആക്ച്വലി പരിചയപ്പെടുന്നത് ഹാരിസ് പറഞ്ഞിട്ടാണ്. ഹാരിസ് പറഞ്ഞു ഇങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ആള് ദാവൂദാണ്. എന്നിട്ട് ഹാരിസ് തന്നെയാണ് നമ്മളെ മീറ്റ് ചെയ്യിപ്പിച്ചത് അല്ലേ? അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വി വെൻ ഫോർ എ ടീ. ഗൈസ്, വീണ്ടും സ്പോൺസർ ഉണ്ട് ഇതിന്. ദ സ്പോൺസർ ഓഫ് ദിസ് വൺ ഇസ് ഹാരിസ് ആൻഡ് കോ. ഹാരിസ് ആൻഡ് കോ is a digital marketing agency specialized in building your e-commerce website and marketing it for you. Do check them out. In the descriptions, you can find the number to contact them on. So we will take it from the start. നിങ്ങളെ കരിയർ തുടങ്ങിയ തൊട്ടിട്ട് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദർ. എവിടെ നിന്നാണ് പഠിച്ചത് ആൻഡ് ഫ്രം ദർ ഓൺവേർഡ്സ്? ഓക്കെ, ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്, ഗ്രാജുവേഷൻ. ഞാൻ ഡൽഹി പോയതിനു ശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ച് മത്സര പരീക്ഷകളുടെ പിന്നാലെ കുറച്ച് കാലം നടന്നു. അത് കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം കുറച്ച് കാലം ഒന്നും ചെയ്യാതെ നിന്നിട്ടുണ്ട്. പിന്നെ ഒരു ട്രേഡിങ്, എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് വന്ന ഒരു അവസരം ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആയിരുന്നു. അതായത് വിപ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ LED ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓപ്പർച്യൂണിറ്റി വന്നു. ഓക്കെ, ബിഫോർ ദാറ്റ് എന്ത് ഗ്രാജുവേഷനാണ് കഴിഞ്ഞത്? എക്കണോമിക്സ്. നേരത്തെ പറഞ്ഞിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിനാണ്? ഡൽഹി യൂണിവേഴ്സിറ്റിന്. ഓക്കെ, അപ്പം പ്ലസ് ടു എവിടെ? പ്ലസ് ടു വടകര പഠിച്ചു. പിന്നെ ഡയറക്റ്റ് ഗ്രാജുവേഷൻ ഡൽഹിയിലെത്തി. അതെ. അപ്പൊ അവിടെ ഹൗ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ എത്തി? ഓക്കെ, സ്വാഭാവികമായിട്ടും അന്ന് നമ്മള് ബാക്കിയുള്ള എല്ലാവരെയും പോലെ തന്നെ എന്താ പറയാ, നമ്മുടെ എൻട്രൻസ് കോച്ചിങ് തന്നെ ആയിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു പിടിവള്ളി. അങ്ങനെ ഒരു വർഷം എൻട്രൻസ് കോച്ചിങ് ചെയ്തു. പിന്നെ തുടങ്ങുമ്പോഴത്തേക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും, അതായത് മെയിൻ സ്ട്രീം അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലക്കായിരുന്നു ചൂസ് ചെയ്തത് എക്കണോമിക്സ്. അങ്ങനെ എക്കണോമിക്സും വെൽ പ്ലാൻഡ് ആയിട്ട് തിരഞ്ഞെടുത്തൊന്നുമല്ല, അപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് എടുത്താണ്. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെത്തി. എവിടെ പോകണം എന്നുള്ളത് ഒരു കേരളത്തിന് പുറത്ത് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എത്തിപ്പെട്ടത് ഡൽഹി യൂണിവേഴ്സിറ്റി. അന്നത്തെ പല കാരണങ്ങളുണ്ടാവും, പല ഡിസ്കഷൻ ആവാം, പല ഫ്രണ്ട്സിന്റെ സ്വാധീനം ആവാം, എക്സാക്ട് ഓർക്കുന്നില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയിലെത്തി. ഓക്കെ, അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ 1-2 മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്നിട്ടും ആ പെർട്ടിക്കുലർ എക്സാമുകൾക്ക് 1-2 എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പതുക്കെ അങ്ങ് സൈഡാക്കി. ഓക്കെ, അങ്ങനെ പ്ലാൻ ബി ആയിരുന്നു കച്ചവടം. അങ്ങനെ കച്ചവടത്തിലേക്ക് പതുക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴും അറിയില്ല എന്ത് കച്ചവടം ചെയ്യേണ്ടതെന്നൊന്നും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. അപ്പോൾ എന്തെങ്കിലും തുടങ്ങുക എന്നുള്ള നിലയ്ക്ക് അതങ്ങ് തുടങ്ങി. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ, എൻ്റെ കൂടെ തന്നെ ഡൽഹിയിൽ പഠിച്ചിരുന്ന ഒരു സുൽഫി എന്ന എൻ്റെ കോ-ഫൗണ്ടർ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തുടങ്ങുമ്പോൾ അറിയാം ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തുടങ്ങുന്ന ഇതിലാണെന്ന് അറിയാം. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അതെങ്ങനെ ആ പ്രൊഡക്റ്റിലേക്ക്? വിപ്രോന്റെ ഡിസ്ട്രിബ്യൂഷൻ ബൾബ് LED ബൾബ്സ് ആയിരുന്നു. പക്ഷെ അതും എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ആക്സിഡന്റലി ആണ്. ഒരു ഡിസ്കഷനിൽ ഒരു ഷോപ്പിൽ നിന്ന്, റിലേറ്റീവിന്റെ ഒരു ഷോപ്പിൽ വന്ന ഒരു എൻക്വയറി നമുക്ക് കൺവേർട്ട് ആയി പോയതാണ്. അങ്ങനെ അത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉഷാറാവണം എന്നുള്ള പ്ലാൻ ആയിരിക്കുമല്ലോ നമുക്ക് ഉണ്ടാവുക. നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആവണം, മൾട്ടിപ്പിൾ ബ്രാൻഡ് ചെയ്യുന്ന എന്നുള്ളൊരു പ്ലാനിലൊക്കെ അത് തുടങ്ങി. അത് കുറേ മുന്നോട്ട് പോയപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നിങ്ങൾക്ക് അറിയുന്നില്ല, നന്നായിട്ട് ക്രെഡിറ്റ് പോകുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ക്രെഡിറ്റ് ഇങ്ങനെ കൂടുന്നുണ്ട്, കച്ചവടം കൂടുന്നുണ്ട്. അപ്പോൾ അതൊരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് നോക്കണം എന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അങ്ങനെ അടുത്ത് നമ്മൾ കാലിക്കറ്റുള്ള ഒരു സൈനിങ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവർ നടത്തിയൊരു ഇ-കൊമേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് പരിചയപ്പെടുത്തുന്നത്. സോ നിങ്ങൾ സൈനിങ് എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് പഠിപ്പിക്കണ? അവർ ഇ-കൊമേഴ്സ് പഠിപ്പിക്കുന്നില്ല, അവർ സംഘടിപ്പിച്ചൊരു ഇവന്റ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട്. ഈ ഇ-കൊമേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതിലുള്ള പല സാധ്യതകളും പരിചയപ്പെടുന്ന ഒരു ഇവന്റ് ആയിരുന്നു.
അപ്പോൾ അതിൽ ഞാനും സുൽഫിക്കറും അറ്റൻഡ് ചെയ്തിരുന്നു. ആ സമയത്ത് അവർ പ്രധാനമായിട്ടും ഇ-കൊമേഴ്സ് ബ്രോഡായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്. അതിൽ തന്നെ അവർ കുറച്ചും കൂടി പിന്നെ പ്രിഫറൻസ് കൊടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് ചിന്തകൾ അങ്ങനെ പോയി. എന്തെങ്കിലും ഒരു അഡീഷണൽ ചെയ്യണമല്ലോ. ആ സമയത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വേറെ ആരോ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പിന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കമ്മീഷൻ വാങ്ങണമല്ലോ. അതെ. അപ്പോൾ അതിന് പകരം നമുക്ക് തന്നെ വിറ്റൂടെ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ അറിയില്ല എന്താ വിൽക്കണ്ടേ, എവിടെ വിൽക്കണ്ടേ എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കറിയാം, അങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഞാൻ അതുവരെ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ട് പോലും ഇല്ല. അത് ശരി. അപ്പോൾ ആമസോൺ എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷെ ആമസോണിൽ വിൽക്കാൻ പറ്റും എന്നുള്ളത് എവിടുന്നോ മനസ്സിലാക്കി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കയ്യിലാണെങ്കിൽ വിപ്രോന്റെ LED ബൾബ്സ് ഉണ്ട്. അപ്പം വേറെ പ്രൊഡക്റ്റ് ഒന്നും നോക്കണ്ട. ആ സമയമായപ്പോഴത്തേക്ക് എത്രത്തോളം ക്രെഡിറ്റിൽ പോകണ്ടായിരുന്നു? എന്തായിരുന്നു ആ റിട്ടേൺ പീരീഡ്? ക്രെഡിറ്റ് ഓൾമോസ്റ്റ് 20-25 lakhs ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ അതന്നെ ക്രെഡിറ്റ് പീരീഡ് നമുക്ക് കമ്പനി സൈഡിൽ നിന്ന് കിട്ടുക 45 days ഒക്കെ ആയിരിക്കും മാക്സിമം. 21 ഉള്ളത് 45 ഒക്കെ എത്തും. പക്ഷെ അത് മാർക്കറ്റിൽ അത് 60-90 എന്നൊക്കെ പറഞ്ഞു പോകുന്നതോടുകൂടി അത് ഭയങ്കര ബുദ്ധിമുട്ടായി അത് മാനേജ് ചെയ്യാൻ. അല്ലെങ്കിൽ അത്രയും മാർജിനുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫണ്ട് മാനേജ് ചെയ്യാം. പക്ഷെ പിന്നെ ഒരു പോപ്പുലർ ബ്രാൻഡ് ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാർജിനൊക്കെ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മളത് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ അതിന്റെ കൂടെ നമ്മൾ പല പ്രൊഡക്റ്റുകളും ട്രൈ ചെയ്തിരുന്നു കേട്ടോ. ബ്രാൻഡഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഞങ്ങൾ പല സാധനങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു അത്ര വലിയ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലുകളൊന്നും അല്ലായിരുന്നു. കാരണം വളരെ സീസണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ AC ഔട്ട്ഡോർ യൂണിറ്റ് വെക്കുന്നൊരു പിന്നെ സ്റ്റാൻഡ് ഉണ്ട്. അത് അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകൾ അത് ആ സമയത്തേ പോകുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പക്ഷെ അതിലൊരു ത്രില്ല് ഉണ്ടായിരുന്നു. പക്ഷെ അത് തുടരാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ആക്സിഡന്റലി നമ്മൾ ഈ ഒരു പിന്നെ ഇ-കൊമേഴ്സിലേക്ക് വന്നു. ഐ മീൻ ആമസോണിലേക്ക് സെല് ചെയ്യാന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെ ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ബ്രാൻഡുകൾ നമുക്ക് സെല് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മളതിൽ ഒരു സപ്പോർട്ടിന് ഒരു ബില്ല് ഉണ്ടായാൽ മതി, ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ജെന്യൂനാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഇൻവോയ്സ് ഉണ്ടായാൽ മതി. അത് വെച്ചിട്ട് നമ്മളൊരു വേഗം ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങി. അന്നും നമുക്കൊരു എന്താ പറയുക, ഇത് ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനോ പറഞ്ഞു തരാനോ പറ്റിയ ആരും നമ്മുടെ സറൗണ്ടിങ്സിലൊന്നും ഇല്ലായിരുന്നു. ഇത് 2017 ലാസ്റ്റിലൊക്കെ ആയിരിക്കും. 17 ലാസ്റ്റ്. അതായത് എല്ലാവരും ഒരു ഇ-കൊമേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം എന്റെ സുഹൃത്തുക്കൾ വാങ്ങുന്ന കണ്ടിട്ടുണ്ട്, പലരും വാങ്ങുന്നുണ്ട്, അങ്ങനെ ആമസോണിൽ വാങ്ങി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി എന്നൊക്കെ പറയുന്നത് കേൾക്കാന്നല്ലാണ്ട് ഞാൻ പോലും അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ വിപ്രോ LED ഞാൻ പറഞ്ഞ പോലെ പോപ്പുലർ ബ്രാൻഡ് എപ്പോൾ സെല് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ പ്രൈസ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പെട്ടെന്ന് സെയിലാവും. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ലിസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി, പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നു, ഡിസ്പാച്ച് ചെയ്യുന്നു. അപ്പോൾ അതിലൊരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ നമുക്കിങ്ങനെ തോന്നി ഓക്കെ ഇനി കുറച്ചും കൂടി പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ കയ്യിൽ തന്നെയുള്ള പല കാറ്റഗറി SKUs ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓർഡേഴ്സ് കുറച്ച് കൂടി വന്നു. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്യുന്ന സമയത്തുള്ള 1-2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ അവരെ മാത്രം വെച്ചിട്ട് അവരെന്നെ ഈ നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ കോൺസെൻട്രേഷൻ ഒഴിവാക്കിയപ്പം പിന്നെ അവരെ നമുക്ക് ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ തൽക്കാലം അക്കൗണ്ട്സും നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നു, പാക്കിങ്ങും നമ്മൾ തന്നെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഞാനും സുൽഫി മാത്രമുള്ളായിരുന്നു ആ സമയത്ത്. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്നുള്ള നിലക്ക് പിന്നെ അതേപോലെ ഒരു സമയത്ത് ഞാനും സുൽഫിക്കറും കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലേക്ക് പോയി. മുംബൈയിൽ കുറച്ച് ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ് കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നടക്കുന്ന സമയത്താണ് നാട്ടിൽ ഈ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സ്കൂൾമേറ്റ് ആണ്, സൈനു ലാബിദ് എന്ന് പറയും. അപ്പോൾ ആണ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നാട്ടിലല്ല മഞ്ചേരിയുള്ള ആളാണ്. അപ്പോൾ ആള് നമ്മൾ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കാരണം നമ്മളിങ്ങനെ രണ്ടുപേരും പാക്ക് ചെയ്യുമ്പോൾ ആൾ വന്നിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഹെൽപ്പ് ചെയ്യുന്ന അത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ലായിരുന്നു, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നിട്ട് അതൊക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ മുംബൈയിൽ പോയ സമയത്തും ഞങ്ങളില്ലാത്ത ആബ്സെൻസിൽ ആൾ നാട്ടിൽ നിന്ന് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ ഓർഡേഴ്സൊക്കെ അവർ തന്നെ പ്രോസസ്സ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ആലോചിച്ചു എന്തായാലും നമുക്ക് ഇന്ന് നീങ്ങണമെങ്കിൽ ഒരാൾ സ്റ്റാഫ് വേണമല്ലോ. അതെ. അപ്പോൾ ആളെ തന്നെ നമുക്ക് ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളാണ് ഫസ്റ്റ് നമ്മൾ എംപ്ലോയി ആവുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മോഡൽ. ഓക്കെ. അപ്പൊ ആള് ഓക്കെ ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. ആൾക്ക് വേറെ ജോബ് ഉണ്ട്, ആള് ഡ്രാഫ്റ്റ്സ്മാൻ ഒക്കെയാണ്. പക്ഷെ അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് അത്രേ ഉള്ളായിരുന്നു. കാരണം 2-3 വർക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, അത്ര
ലോഡൊന്നുമില്ല, ഇതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്, ആ ടൈമിൽ വർക്ക് ചെയ്ത് തീർത്താൽ മതി എന്നുള്ള. കറക്റ്റ്. അങ്ങനെ ആള് അതും കൂടെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കൊരു ആശ്വാസമായി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിൽക്കാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. കാരണം നമ്മൾ അവൈലബിൾ പ്രൊഡക്റ്റ് ഒക്കെ വെച്ചിട്ട് വിൽക്കാൻ എങ്ങനെയെന്ന് മനസ്സിലായി. പക്ഷെ വിൽക്കാനുള്ള പ്രൊഡക്റ്റ് ഇല്ല പിന്നെ. കാരണം കച്ചവടം കൂടണമെങ്കിൽ ചരക്ക് കൂടുതൽ വേണം. കറക്റ്റ്. അപ്പോൾ ചരക്കില്ല എന്നുള്ളത്, സ്റ്റോക്ക് ഇല്ല, ഇൻവെന്ററി ഇല്ല. അപ്പോൾ ഇൻവെന്ററി വാങ്ങാനുള്ള കാശും ഒരുപാടില്ല. കാരണം നമ്മൾ ഓരോ കാറ്റഗറി നോക്കുമ്പോൾ ഈ കാറ്റഗറിയിൽ സാധ്യത ഉണ്ട്, ആ കാറ്റഗറിയിൽ സാധ്യത ഉണ്ട്, എല്ലാത്തിലും കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ സമയത്ത് നമുക്കില്ല. അപ്പോൾ ഒരുപാട് ഏത് കാറ്റഗറി വർക്ക് ആവാന്ന് നമുക്ക് എക്സാക്റ്റ് അറിയൂല, അത്ര ഇൻസൈറ്റ്സ് ഇല്ല. കാരണം അന്നൊന്നും ഡാറ്റ എത്ര വിസിബിൾ അല്ല, ഏത് പ്രൊഡക്റ്റാണ് വർക്ക് ചെയ്യുന്നത്, എത്ര സെയിൽ നടക്കുന്നുണ്ട്, അപ്പോൾ അത്രയും ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ട്രയൽ നോക്കൽ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ആലോചിച്ചു ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, കച്ചവടം നടക്കണം, കച്ചവടം ചെയ്യാൻ പറ്റും നമുക്ക് ബോധ്യവും പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ചു ഓക്കെ എന്തിനാ നമ്മളിങ്ങനെ നമ്മളെ പൈസക്ക് തന്നെ ഇൻവെന്ററി വാങ്ങി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാട്ടിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്, അവരൊക്കെ വെയർ ഹൗസിൽ ഇഷ്ടംപോലെ ഇൻവെന്ററി ഉണ്ട്. അപ്പൊ നമുക്ക് അവരൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അടിപൊളി ഐഡിയ. കാരണം അവർക്ക് അൾട്ടിമേറ്റ്ലി അതൊരു ചാനലാവണം, ഒരു എക്സ്ട്രാ ചാനൽ അവർക്ക്. അപ്പൊ നമ്മൾ പോയിട്ട് അവരോട് ഇങ്ങനെ പിച്ച് ചെയ്തു, ഓക്കെ ഞങ്ങളിങ്ങനെ ഓൺലൈനിൽ വിൽക്കാൻ അറിയും, ഞങ്ങൾ വിറ്റിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, നമുക്കിത് എങ്ങനെ സെല് ചെയ്യാന്നറിയാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് സെല് ചെയ്തോളാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് എന്നിട്ട് വാങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യൂല, വിറ്റതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇന്നതാണ് ഞങ്ങളൊരു കമ്മീഷൻ സ്ട്രക്ചർ. ആ പേയ്മെന്റ് ഞങ്ങൾ എടുത്തിട്ട് ബാക്കി എത്രയാണോ അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് തരും. കാരണം ഓൺലൈനിലുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതിനൊരു ഫുട് പ്രിന്റ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കള്ളത്തരത്തിനൊന്നും സ്കോപ്പില്ല, അത് മനസ്സിലാവും, ഏതൊരു അക്കൗണ്ടിന് നോക്കിയാൽ മനസ്സിലാവുന്ന അത്രയും ക്ലാരിറ്റി ഉണ്ട്, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമ്മളത് പറഞ്ഞു, 1-2 പേരോട് പറഞ്ഞു, അതില് അവർക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. അവർ പറഞ്ഞല്ല നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടേക്കോളുന്നു. പക്ഷെ അതിൽ 1-2 ബ്രാൻഡുകൾ നമ്മളോട് ഓക്കെ അത് നല്ല സ്കീം, കാരണം അവർ വെയർ ഹൗസിൽ കുറെ സാധനം ഉണ്ട്, കാരണം അവർ 6 മാസത്തേക്ക് 8 മാസത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ആരെങ്കിലും ഒന്ന് വിറ്റ് തന്നാൽ മതി, കാരണം അവർക്ക് അവരുടെ ചാനലോട്, കാരണം അവർ ചിലപ്പം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവർ ചിലപ്പോൾ ഒരു വർഷത്തേക്കൊക്കെയുള്ള സ്റ്റോക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് എത്ര നേരത്തെ വെക്കുന്നു അത്രയും നല്ലത്. അങ്ങനെ 1-2 ബ്രാൻഡുകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ അവർ നമുക്ക് കൺസൈൻമെന്റ് മോഡലിൽ, അതായത് നമുക്ക് ഓണർഷിപ്പ് തരാം, അതായത് നിങ്ങൾ കൺസൈൻമെന്റ് മോഡൽ നമ്മൾ അതിന് പറയുക, അതായത് നമ്മളതിന് പേ ചെയ്യാൻ ലയബിൾ അല്ല, ഐ മീൻ ആ ബില്ല് സെറ്റിൽ ചെയ്യണ്ട, നമ്മൾ വിറ്റിട്ടില്ലെങ്കിൽ സാധനം തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇൻവെന്ററി എടുക്കാറ് ഇവരോടൊക്കെ. അപ്പൊ അവര് നിങ്ങളെ വെയർ ഹൗസിൽ സാധനം സ്റ്റോർ ചെയ്തു? അതെ, ഇനീഷ്യൽ മോഡൽ അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻവെന്ററി തരും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന FP-യിലേക്ക് ഇൻവെന്ററി അയക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻവെന്ററി റെഡി ആക്കി വെക്കും. അതായത് നമ്മളെ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇൻവെന്ററി ഉണ്ടാവും. അപ്പോൾ മറ്റേത് പോസിബിൾ അല്ല, കാരണം മൾട്ടിപ്പിൾ ലൊക്കേഷൻ പിക്ക് ആൻഡ് ഡ്രോപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആമസോണിൽ പ്രോഫിറ്റബിൾ ആക്കാനും വളരെ ബുദ്ധിമുട്ടാണ്, കാരണം കോർഡിനേഷൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിച്ചില്ല, നമുക്ക് ഇൻവെന്ററി തരാം, നമ്മളെ ലൊക്കേഷനിൽ ഇൻവെന്ററി തരണം, എന്നാലേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കുറച്ചുകൂടി സ്മാർട്ടും. അങ്ങനെ അവർ തന്നു. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ ഇതിങ്ങനെ പതുക്കെ സ്കെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് മഞ്ചേരി തന്നെയുള്ള ഒരു രാജേഷ് മീമ്പാട്ട് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തായിട്ടില്ല, ഒരു കംപ്ലീറ്റ്ലി അൺനോൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആള് മഞ്ചേരി തന്നെയുള്ള ഈ ആമസോണിന്റെ കൊറിയർ പാർട്ട്നേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ മഞ്ചേരി ഒരു പുതിയ സെല്ലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അറിയോന്ന് ചോദിച്ചു. അപ്പൊ ആള് അവരൊരു ബ്രാൻഡ് നമ്മൾ നിങ്ങൾക്കറിയാം, ഒരു ഓർഗാനിക് നേത്ര എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പൊ അവര് കാജൽ പെൻസിൽ സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ രാജേഷ് ചേട്ടന് ബേബി കാജൽ ഒന്നുമില്ല, നോർമൽ കാജൽ പെൻസിൽ സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡായിരുന്നു. അപ്പൊ അവര് ആ സമയത്ത് ഇങ്ങനെ ആമസോണിൽ ഒരു പുതിയ സെല്ലർ ഉണ്ടല്ലോ മഞ്ചേരി എന്ന് പറയുമ്പോൾ, അപ്പൊ ഞങ്ങൾ മുമ്പ് ആള് സെല്ലറായിട്ട് ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വെച്ചിട്ട് ആമസോണിൽ സെല് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കുറച്ച് ഓർഡറൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം അത് പുതിയൊരു സെല്ലർ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൊരു കൗതുകമായി, ഓക്കെ ആരോ ഒരു പുതിയ സെല്ലർ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വന്നു. അപ്പൊ ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പൊ അങ്ങനെ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റും ഞങ്ങൾ ചെയ്യുന്ന, അപ്പൊ നമുക്കും അറിയില്ല ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോന്നൊന്നും. ആളും വന്ന് സംസാരിച്ചു പോയി. അതിൽ ഞങ്ങൾ പിന്നെ ഉണ്ടായ ഒരു ഇന്റേണൽ ഡിസ്കഷനിൽ ഞാനും സെൽഫിയും നമ്മളേതായാലും ഇവിടെ വിൽക്കാനിരിക്കുകയാണ്, ആളും വിൽക്കുന്നുണ്ട്, ആൾക്ക് വിൽക്കണമെന്ന് പ്ലാനും ഉണ്ട്. അപ്പോൾ നമുക്കത് നമ്മളാണ് വിറ്റ് കൊടുക്കുക എന്നുള്ളൊരു സജഷൻ വെച്ചൂടെ. കാരണം നമുക്ക് ഏതായാലും ടീമുണ്ട്, നമ്മൾ ടീം ബിൽഡ് ചെയ്യാണ്, ആ സിസ്റ്റം ബിൽഡ് ചെയ്യാണ്, നമുക്ക് എന്തായാലും
ഇതിലേക്ക് ഫീഡ് ചെയ്യാൻ ഇൻവെന്ററി ഇങ്ങനെ വേണം എന്താണ്. അപ്പോൾ രാജേഷ് ചേട്ടന് നെക്സ്റ്റ് മീറ്റിംഗിൽ നമ്മൾ സജസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഏതായാലും ഇങ്ങനെ ഒരു സിസ്റ്റമായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിറ്റോളാന്ന് പറഞ്ഞു. കാരണം ഇ കൊമേഴ്സിന് സാധ്യത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിൽ സെല് ചെയ്യാൻ വന്ന ആളാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ. അപ്പം രാജേഷ് ഏട്ടൻ ഓൾറെഡി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യല്ലായിരുന്നോ? വേറെ കമ്പനിയിൽ ഇത് സൈഡ് ഹസിലാണ്. അപ്പൊ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് അത് കൊടുക്കാൻ. കാരണം ആൾക്കും തന്നെ ഇതൊന്ന് ഡെലിഗേറ്റ് ചെയ്യണമല്ലോ ആർക്കെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ബോധ്യപ്പെട്ടോണ്ടും കൂടിയാണ് നമ്മളത് ചോദിച്ചത്. അപ്പം നമുക്കറിയില്ല ഇതിന് എത്രത്തോളം. നമുക്കറിയാം കാജൽ പെൻസിൽ എന്നുള്ള കാറ്റഗറി നന്നായിട്ട് സെല് ചെയ്യുന്നുണ്ട് എന്നുള്ള കുറച്ച് ഡാറ്റ നമുക്കുണ്ട്. അത് പക്ഷേ വലിയ ബ്രാൻഡുകളായിരുന്നു. അപ്പോൾ അതിലൊരു സ്കോപ്പ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് അന്ന് കാണുന്ന എല്ലാത്തിലും സാധ്യത കാണുന്ന ഒരു കാലമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചപ്പം ആൾക്കും സന്തോഷം. ഓക്കെ, നമുക്ക് ചെയ്യാം, അതിനെന്താ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ പറഞ്ഞു, ഇങ്ങനെ കമ്മീഷൻ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ കൂൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു, ഇതിൽ പുഷ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇതിന് മുമ്പ് രാജേട്ടൻ ഇത് ആക്ച്വലി ഓൺലൈനിക്ക് മാത്രമായിട്ട് തുടങ്ങിയൊരു ബ്രാൻഡ് അല്ലായിരുന്നു. പിന്നെ അത് ഓഫ്ലൈനും കൂടി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ട് തുടങ്ങിയതിന് ഓഫ്ലൈനിൽ ചെറിയ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തിയിരുന്നു. അവരും ഇതേപോലെ ഇതിലൊരു ക്രെഡിറ്റ് ബേർഡൻ വന്ന് തുടങ്ങിയപ്പോഴാണ് തന്നെയാണ് ഓഫ്ലൈൻ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആ ക്രെഡിറ്റ് ബേർഡൻ വരും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പതുക്കെ ഓഫ്ലൈനിന് മാറിയിട്ട് ഓൺലൈനിലേക്ക് ചിന്തിച്ച് തുടങ്ങിയ സമയമായിരുന്നു അത്. മൂപ്പര് ഇതേപോലെ നിങ്ങളെ പോലെ എവിടുന്നോ കേട്ട് ഓൺലൈനിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ട് പഠിച്ച് തുടങ്ങിയ ആളായിരിക്കും. അതെ ആയിരിക്കും. കാരണം എന്തായാലും ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് സെല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ്. ഓക്കെ, അപ്പം അവർ ഇതേപോലെ സ്വന്തമായിട്ട് തന്നെ പാക്ക് ചെയ്യുന്നു, സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തതാണ് അന്ന്. അങ്ങനെ ഈ സമയത്ത് നമ്മളിത് തുടങ്ങി. ഈ സമയത്ത് ഈ ഓർഗാനിക് നേത്ര എന്നുള്ള ബ്രാൻഡ് വരുന്നതോട് കൂടിയാണ് ഞങ്ങൾക്കും ഒരു ടേണിംഗ് പോയിന്റ് ആക്ച്വലി. കാരണം ഇതുവരെ ബാക്കി വന്ന എല്ലാ ക്ലയൻസും നമുക്ക് അവരൊരു ചാനലായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻവെന്ററി ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടോ അല്ലെങ്കിൽ പ്യൂർലി ഇ കൊമേഴ്സ് ഓറിയന്റേഷനിലുള്ള ഒരു ബ്രാൻഡും അല്ലായിരുന്നു. അവരൊക്കെ എന്താണ് അവർ ഓഫ്ലൈൻ ബിസിനസ് ഒരു റീസെല്ലറും പോലെ അല്ലെങ്കിൽ ഓൺലൈൻ്റെ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഒന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ട് അതിലേക്ക് വന്നവരൊന്നല്ല. വൺ ഓഫ് ദി ചാനൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ്. കറക്റ്റ്, ഒരു ഔട്ട്ലെറ്റ് വരുന്ന പോലെയാണ് രാജേഷ് പ്യൂർലി പക്ഷേ ഇ കൊമേഴ്സ് ബ്രാൻഡ് ആവണം. അതിൽ ഓരോ ഈച്ച് ആൻഡ് എവറി ട്രെൻഡ് നോക്കി മനസ്സിലാക്കി സാധ്യതകളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഭയങ്കര എനർജറ്റിക് ആണ് ആൾക്ക്. പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ നല്ല താല്പര്യമാണ്. അപ്പം ആൾക്ക് ഇങ്ങനെ ഒരു ടീമിന് കിട്ടിയപ്പം ഇതുവരെ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്തും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ മൂപ്പർക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു പിന്നെ എനർജി ഒന്നും പഠിക്കാൻ. ഓർഗാനിക് നേത്ര കാജൽ ആക്ച്വലി മൂപ്പർ തന്നെ മാനുഫാക്ചർ അല്ല. അതൊക്കെ ഇതേപോലെ പിന്നെ തേർഡ് പാർട്ടി പ്രൈവറ്റ് ലേബലിംഗ് ആണ്. പല നോർത്ത് ഇന്ത്യയിലുള്ള പല ഫാക്ടറികളാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ചൊക്കെ അനലിറ്റിക്സിൽ കുറച്ച് ഡാറ്റ കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കാജലിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ തന്നെയുള്ളൊരു ബ്രാൻഡ് ഉണ്ട്, ശ്രീധരിയം ബേബി കാജൽ. ആ ബേബി കാജൽ എന്നുള്ള കാറ്റഗറി കീവേഡിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവർക്ക്. പക്ഷെ അവരുടെ പ്രൈസിങ് വളരെ കുറവായിരുന്നു. 95 റുപ്പീസാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ അത് അവർ തിരക്കേടില്ലാതെ സെല് ചെയ്യുന്നുണ്ട്, നമ്പേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ പക്ഷെ നമുക്ക് ഈ വലിയ ബ്രാൻഡുകളുടെ ഇടയിൽ കാജൽ പെൻസിൽ ഒരു പരിധിക്കപ്പുറം സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 300-400 യൂണിറ്റ്സിൻ്റെ മേലൊക്കെ ഒന്ന് പെർ മന്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അവിടെ 2000-3000-10,000 യൂണിറ്റ് ഒക്കെ വെക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പക്ഷെ ആ കാറ്റഗറി കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ സമയത്ത് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഒരു പുതിയത് ചെയ്യാന്നുള്ളത്. പക്ഷെ രാജേഷിൻ്റെ ഇനീഷ്യൽ ഒരു ഓറിയന്റേഷൻ ഇതൊരു ഐ കെയർ ബ്രാൻഡ് ആക്കാം അല്ലെങ്കിൽ ഐ കോസ്മെറ്റിക് ബ്രാൻഡ് എന്നുള്ള രീതിയിലുള്ള ഒരു പൊസിഷനിങ് ആയിരുന്നു. അതായത് ആ പേരും അങ്ങനെ തന്നെയാണ്, ഓർഗാനിക് നേത്ര എന്നുള്ള. അങ്ങനെ അപ്പം നമുക്ക് തോന്നി ഓക്കെ ഇങ്ങനെ ഒരു ബേബി കാജൽ എന്നുള്ള കാറ്റഗറിയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇവിടെ 95 റുപ്പീസിനാണ് ഇവർ സെല് ചെയ്യുന്നത്. വേറെ ഉള്ളത് പിന്നെ നമ്മൾ നോർമൽ പണ്ട് ഫാൻസി കടയിലൊക്കെ കാണുന്ന 10 രൂപയുടെ ഡബ്ബയിലുള്ള അതാണ് പിന്നെ ഉള്ളതൊക്കെ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ ഒരു വൃത്തിക്ക് പാക്ക് ചെയ്ത് വൃത്തിക്ക് പൊസിഷൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇല്ല. കറക്റ്റ്. അതായത് പണ്ട് മറ്റേ എന്താ പറയാ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അതെ ഓക്കെ. പക്ഷെ കൺമഷി എന്നുള്ളത് ഒരുവിധം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണ്. നോർത്ത് ഇന്ത്യയിലും കുറച്ചൊക്കെ സിറ്റിയിൽ അല്ലെങ്കിലൊക്കെ ഗ്രാമങ്ങളിൽ അത്യാവശ്യം നന്നായിട്ട് കൺമഷി യൂസ് ചെയ്യുന്നുണ്ട്. അത് പലരും കണ്ണിലാവില്ല ഇടുന്നത്, കവിളിലായിട്ടും കാലിലായിരിക്കും, അങ്ങനെയൊക്കെ പല രീതിയിലാണ്. കറക്റ്റ്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവസരം ഉണ്ടെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും രാജേട്ടൻ നോക്കാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ ഇതേപോലെ കുറച്ച് പിന്നെ മാനുഫാക്ചേഴ്സിനൊക്കെ കണക്ട് ചെയ്ത് ഒരു മുംബൈയിലുള്ള ഒരു മാനുഫാക്ചർ ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ചൊരു ഫാൻസി ആയിട്ടുള്ളൊരു ഡബ്ബയിലൊക്കെ ആക്കി
ഞങ്ങളൊരു ജൂട്ട് ബാഗൊക്കെ അറേഞ്ച് ചെയ്ത്, ജൂട്ട് ബാഗിന് മുമ്പ് ഇനീഷ്യലി ഒരു സിപ്പർ ബാഗ് ആയിരുന്നു, പേപ്പർ സിപ്പർ ബാഗിലൊക്കെ ഇട്ട് ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നു. വളരെ മിനിമലായിട്ട് പോസിബിൾ ആയിട്ടുള്ള മിനിമൽ ലോട്ടാണ് ചെയ്തത്, 200-300 യൂണിറ്റ് ഒക്കെ വെച്ചിട്ട്. അങ്ങനെ അത് പതുക്കെ സെൽ ചെയ്ത് തുടങ്ങി. പക്ഷെ അത് ലിസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമുക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ബേബി കാജൽ പറഞ്ഞ കീവേഡിന് ആക്ച്വലി സെർച്ച് വോളിയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അതിൽ വേറൊരു രസം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീമിയം കാറ്റഗറിയിൽ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ 95-നാണ് അവിടെ ഒരു ബെസ്റ്റ് സെല്ലർ സെൽ ചെയ്യണത്. അപ്പോൾ 199 തന്നെ പ്രീമിയം ആണല്ലോ. അതെ, ഞാൻ പറഞ്ഞു 199 വിൽക്കാന്ന് പറഞ്ഞു. പക്ഷെ രാജേട്ടന് കുറച്ചും കൂടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, വിഷൻ ഉണ്ടായിരുന്നു. 199 പോരാ, കാരണം ഒരു പെർ യൂണിറ്റ് നമുക്ക് എന്തെങ്കിലും ബാക്കിയാവണല്ലോ. അപ്പോൾ നമുക്ക് 249 ആണ് നമ്മളെ പ്രൈസ്. 299 MRP ഇട്ടിട്ട് 249 സെൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. 249 കുറച്ച് അധികമല്ലേ, നമുക്ക് 199 പോരാ, 249 എത്തിക്കണല്ലോ. 199 തന്നെ അധികമാണ്. 249 എന്ന് ഞാൻ കുറച്ചും സ്കെപ്റ്റിക്കലായിരുന്നു. പക്ഷെ വേണ്ട, നമുക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ ആള് അത് തന്നെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ 249 പ്രൈസ് ഇട്ട് സെൽ ചെയ്യാൻ തുടങ്ങി. അത് പെട്ടെന്ന് ആ ഫ്രീക്വൻസി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യൽ കപ്പിൾ ഓഫ് ഡേയ്സിൽ തന്നെ എന്താ പറയുക 5 to 10 യൂണിറ്റ്സിന്റെ ഓർഡേഴ്സ് ആമസോണിൽ. അപ്പോൾ ഓക്കെ, ദിസ് വർക്കിംഗ് എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ക്യാമ്പയിൻസും മറ്റൊക്കെ ചെയ്യും. അതങ്ങനെ പതുക്കെ കൂടി പിന്നെ നമ്മളെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു ആങ്കർ പ്രൊഡക്റ്റായി മാറിയത് ഒരു സ്റ്റേജിലെത്തിയപ്പോൾ. പിന്നെ ഈ ഒരു ബേബി കാജൽ എന്നുള്ള പ്രൊഡക്റ്റ് നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ടൈനീസോക്കും അതേപോലെ രാജേഷ് ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. എൻറ്റയർലി ഒരു പുതിയ പ്രൊഡക്റ്റ്, കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്തത്? കാരണം 99 ഓൾറെഡി ഒരു ബ്രാൻഡ് അവിടെ നല്ലോണം ചെയ്യുന്നില്ലേ, പിന്നെ എന്തായിരിക്കും നിങ്ങൾക്ക് ശരിക്കും ആ ഇനീഷ്യൽ ഓർഡേഴ്സ് ഫെച്ച് ചെയ്യാൻ? എനിക്കറിയില്ല, ചിലപ്പോൾ ഈ 90 ശ്രീധരിയം എന്നുള്ളത് കേരളത്തിലുള്ളവർക്ക് അറിയാം, ഒരു പോപ്പുലർ ബ്രാൻഡാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ ശ്രീധരിയം ഒരു ഫെമിലിയർ നെയിം അല്ല. അവർ ചിലപ്പം പ്രൈസ് കൂടുതലുള്ള പ്രൊഡക്റ്റ് നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാവാം. അതുണ്ടോ? പിന്നെ അതിന്റെ അതൊരു ഓർഗാനിക് നേത്ര, ആ പേര് ചിലപ്പോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പേര് ചിലപ്പോൾ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓർഗാനിക് ആണ്. നേത്ര പറഞ്ഞ കണ്ണ് ഹിന്ദിയിലും കണ്ണ് അതന്നെയല്ലേ നേത്ര. പിന്നെ പോരാത്തിന് അതിലെ ഇൻഗ്രീഡിയൻസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നു നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ. കൗഗിയും കാംഫറും അങ്ങനെയുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, പ്യൂർലി. അപ്പൊ 100% നാച്ചുറൽ സർട്ടിഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കീവേഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അത് വർക്കായി കാണും. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കാരണം നമുക്ക് നന്നായിട്ട് വിസിബിലിറ്റി കിട്ടി. പിന്നെ ആമസോണിനെ സംബന്ധിച്ച് ഒരു എൻറ്റയർലി ന്യൂ പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു കോമ്പീറ്റ് ചെയ്യാൻ വേറെ പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ ഓർഗാനിക് വിസിബിലിറ്റി നമുക്ക് നന്നായിട്ട് കിട്ടി. ഒരു പുതിയ പ്രൊഡക്റ്റ്, ഫാൻസി പ്രൊഡക്റ്റ് പോലെയുള്ള ഒരു പ്രൊഡക്റ്റ് ആമസോണിൻ്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് നമുക്ക് വിസിബിലിറ്റി കിട്ടി. പിന്നെ ചെറിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസർ ക്യാമ്പയിനൊക്കെ നടത്തി. അന്നൊന്നും ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ അത്ര ആക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റെസ്പോൺസ് ബെറ്റർ ആയി. കാരണം പെർ ഡേ 20-30 ഓർഡേഴ്സ് വരുമ്പോൾ തന്നെ നമ്മളൊന്ന് പാനിക്കായി. കാരണം ഇനി ഇൻവെന്ററി പ്ലാൻ ചെയ്യണം, ലീഡ് ടൈം പ്ലാൻ ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി പ്ലാൻഡ് ആയി. പിന്നെ കാരണം രാജേട്ടന് ബാക്കിയുള്ള പർച്ചേസും അതിന്റെ ബ്രാൻഡിങ് പാർട്ടൊക്കെ രാജേട്ടൻ മാനേജ് ചെയ്യും. നമ്മൾ അതിന്റെ ഓപ്പറേഷണൽ സാധനങ്ങളാണ് നമ്മൾ ടീം മാനേജ് ചെയ്തത്. കറക്റ്റ്. അപ്പൊ അത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബേബി കാച്ചില് 1000 യൂണിറ്റ് 2000 യൂണിറ്റ് ഒക്കെ മന്ത്ലി ആമസോണിൽ മാത്രം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം, ഫസ്റ്റ് ക്രൈയിലും പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ബാക്കിയുള്ള മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലായിട്ട് 3000+ 4000+ ഒക്കെ പല മന്തും ഇങ്ങനെ പിക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. കാരണം അതൊരു ബേബി കാജൽ എന്നുള്ള ഒരു റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയാണ്. കറക്റ്റ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം അതിനെ നമ്പേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ടേൺ ഓവർ കൂടണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് എവർഗ്രീൻ പ്രൊഡക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തു, വേറെ പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു ഡിലെമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളതായിരുന്നു. രാജേട്ടന് ഓക്കെ നമ്മൾ ഓർഗാനിക് ഇതൊക്കെ എല്ലാവർക്കും പ്രശ്നമാണ്. സെയിം ബ്രാൻഡിൽ തുടങ്ങണോ, വേറെ ബ്രാൻഡ് തുടങ്ങണോ? കാരണം അവര് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ രാജേട്ടന്റെ വിഷനിൽ ഇതൊരു എന്താണ് ഐ കെയർ ബ്രാൻഡാണ്. പിന്നെ നമ്മൾ ഇറക്കുന്നത് അലോവേറ ആണ്, റോസ് വാട്ടർ ആണ്, ഇതൊക്കെയാണ് പ്ലാനിലുള്ളത്. അപ്പൊ ഇതിന് ഓർഗാനിക് നേത്ര മാച്ച് ആവും എന്നുള്ളത്. അപ്പോൾ പക്ഷെ അന്ന് നമ്മൾ ഡിസ്കഷൻ ഇരുന്നു. അപ്പോൾ നമ്മൾക്ക് വന്നൊരു കൺക്ലൂഷൻ, പുതിയ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആമസോണിനെ സംബന്ധിച്ച് ന്യൂ ബ്രാൻഡ്. ഇത് ആമസോണിൻ്റെ ഒരു അൽഗോരിതത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രാൻഡ് എത്ര സെൽ ചെയ്തു, ഒരു ഏജിങ്
ഒരു ബ്രാൻഡിന്റെ ഏജ്, പ്ലാറ്റ്ഫോമിലുള്ള ഏജ് ഇമ്പോർട്ടന്റ് ആണ്. ആ. ആ ഏജിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി ബേബി കാജൽ നന്നായിട്ട് സെൽ ചെയ്യുന്നുണ്ട്, അതിന് മുമ്പ് പിന്നെ കാജൽ പെൻസിൽ സെൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രാക്ക് അവിടെ ഉണ്ട്. ഈ ബ്രാൻഡ് ഇത്ര വർഷം മുന്നേ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പൊ അന്ന് മുതൽ ഇത് സെൽ ചെയ്യുന്ന ബ്രാൻഡാണ്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. പിന്നെ പോരാത്തതിന് ബേബി കാജൽ എന്നുള്ളത് ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓർഗാനിക് വിസിബിലിറ്റി നന്നായിട്ടുണ്ട്. പലരും ഈ ബ്രാൻഡ് വാങ്ങുന്നില്ലെങ്കിലും കാണുന്നുണ്ട് പല രീതിയിലും, പല ലൊക്കേഷനും. അതെ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ലിവറേജ് ചെയ്യാം. എന്തിനാ വെറുതെ വേറെ ബ്രാൻഡ് തുടങ്ങുന്നത്? ഓർഗാനിക് നേത്ര നമ്മൾ പിന്നെ ആ നെറേറ്റീവ് അങ്ങ് മാറ്റി, കണ്ണല്ല ഓർഗാനിക് ആണ് ഒക്കെ പറഞ്ഞിട്ട്, കണ്ണുകൊണ്ട് കാണുന്ന ഓർഗാനിക് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ നെറേറ്റീവിനെ അങ്ങ് പതുക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ അലോവേറ ജെല്ലും റോസ് വാട്ടർ ടോണറൊക്കെ അങ്ങനെയുള്ള ബാക്കിയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഓർഗാനിക് നേത്രന്റെ ബ്രാൻഡ് നെയിമിൽ ആ ബ്രാൻഡ് നെയിമിൽ തന്നെ ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി. അത് റിയലി വർക്ക്ഡ്. കാരണം കസ്റ്റമേഴ്സിന് ഓൾറെഡി ആ ബ്രാൻഡ് അറിയാം. പിന്നെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കുറച്ചും കൂടി ഡാറ്റ വിസിബിൾ ആണ്. ഇത്ര വർഷം മുതൽ ഉള്ള ബ്രാൻഡ് എന്നൊക്കെ ആമസോൺ തന്നെ ഡിസ്പ്ലേ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആ രീതിയിൽ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് കാറ്റഗറി പ്രൊഡക്റ്റ്, എവർഗ്രീൻ പ്രൊഡക്ട്സ്, അങ്ങനെ ഓർഗാനിക് നേത്രയിൽ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ കൂടുതൽ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ആസ് എ ടീം എന്നുള്ള നിലയ്ക്ക് ടൈനീസോക്കും ഒരുപാട് ലേണിംഗ് ആയിരുന്നു ഓർഗാനിക് നേത്രൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങലും അത് സ്കെയിൽ ചെയ്യലും അതിന്റെ ചലഞ്ചുകൾ എന്താന്നൊക്കെ ഉള്ളത് നമ്മൾ ഒപ്പം നിന്നിട്ട് തന്നെ പഠിക്കുകയാണ്. ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡ് നിങ്ങൾ അറിയാതെ തന്നെ ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡായിട്ട് അത് തുടങ്ങി. അപ്പൊ അതിന്റെ ഇടക്ക് ഇതിന്റെ ഉള്ളിൽ വേറൊരു കഥ ഉണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയായിരുന്നു ആ സ്റ്റേക്ക് അക്വയർ ചെയ്ത്? അതെപ്പോഴായിരുന്നു? ഓക്കെ, അതില് നമ്മളിപ്പോ ഓർഗാനിക് നേത്രന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡുകൾ വേറെ ഉണ്ടായിരുന്നു നമുക്ക് ക്ലയന്റ് ആയിട്ട്. അപ്പം ഇതിലൊരു സ്റ്റേജ് വന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൺസൈൻമെന്റ് മോഡലിൽ സെല് ചെയ്യാന്നുള്ള രീതിയിൽ, അതായത് ഇൻവെന്ററി നമുക്ക് തന്നിട്ട് നമ്മൾ സെല് ചെയ്യണം. പക്ഷെ എല്ലാവരും അടുത്ത് വർക്ക് ആവില്ല, ചിലർക്ക് അത് പറ്റില്ല. ഞങ്ങൾ ഇവിടുന്ന് വിറ്റോളാം, അത് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുവരെ നമ്മളൊരു റീസെല്ലർ എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പൊസിഷൻ ചെയ്തിട്ടുള്ളൂ. നമുക്കിതൊരു സർവീസ് സെല്ലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ബോധ്യപ്പെട്ട് അങ്ങനെ നമ്മൾ ആലോചിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെല് ചെയ്യാൻ നിങ്ങൾ ബാക്കിയുള്ള സപ്പോർട്ട് നമ്മൾ റിമോട്ട്ലി തരാം, നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ തന്നെ ഇൻവെന്ററി മാനേജ് ചെയ്തോ, നമ്മൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സർവീസ് എന്നുള്ള രീതിയിലും പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ പാരലലി തന്നെ കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന് രണ്ടിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി അധികം ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ ടൈനീസോ എന്നുള്ള ടീമും ഇപ്പം ഞാനും സുൽഫിയൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആയി തുടങ്ങി. കാരണം ഓർഗാനിക് നേത്ര എന്നുള്ള ബ്രാൻഡിൽ, കാരണം അതിന്റെ ഗ്രോത്ത് നമുക്ക് വിസിബിൾ ആണ്. അതിൽ എഫേർട്ട് ഓട്ടോമാറ്റിക്കലി കൂടുതൽ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ രാജേഷേട്ടനും ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്റ്റേക്ക് ഓഫർ ചെയ്തു, നമുക്ക് ഒരു നമ്പർ ഓഫർ ചെയ്ത്. അപ്പൊ ഓക്കെ നമ്മളും ഹാപ്പിയാണ്. അപ്പം നമ്മൾ എന്തായാലും മുന്നോട്ട് പോവാം, നമ്മളത് മുന്നോട്ട് പോകുന്നു. അതുവരെ സെയിൽസ് കമ്മീഷൻ ബേസിൽ റീറ്റെയിനർ പ്ലസ് കമ്മീഷൻ, അതെ അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഓഫർ ചെയ്ത സമയത്തും റീറ്റെയിനറിൽ മാറ്റമൊന്നുമില്ല, അതങ്ങനെ കോസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ കാണുന്നത് ഇത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഒന്ന് സ്കെയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഓണർഷിപ്പ് ഫീൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ള നിലക്കും കൂടെയാണ്. പക്ഷെ അത് നല്ല നമ്മൾ പിന്നെ ആവശ്യപ്പെടാൻ തന്നെ രാജേഷിന് അത് ഓഫർ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. അത് എത്ര കൊല്ലങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേക്ക് കിട്ടിയത് ഓർഗാനിക് നേത്രയിൽ? ഓൾമോസ്റ്റ് 2 years. ഓക്കെ, മീൻസ് അതാണ് ഒരു ഫൗണ്ടർ ചെയ്യേണ്ടത്. ദേ ഹാവ് ടു ആക്ച്വലി എന്താ പറയാ, ആ ഓണർഷിപ്പ് ഫീൽ ബാക്കിയുള്ളവർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് ലെവൽ ഓഫ് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് തുടങ്ങി. അതെ, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ട്രയൽ നോക്കാൻ തുടങ്ങി. ട്രയൽ നോക്കും, എല്ലാം വർക്ക് ആവില്ല. കാരണം നമ്മൾ പലതും ട്രൈ ചെയ്യും, പലതും ഒഴിവാക്കും. അതങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മളൊരു 80-20 പ്രിൻസിപ്പിൾ പറയുന്ന പോലെ തന്നെ 20 SKUs വർക്ക് ചെയ്തു. അതാണ് 80% റവന്യൂ കൊണ്ടെത്തുന്നത്. ആ രീതിയിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോയി. അപ്പോൾ ഏകദേശം ഇപ്പം ആ ബ്രാൻഡ് പിന്നീട് ഒരു ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു GBL എന്ന് പറഞ്ഞ ബ്രാൻഡ് അക്യൂർ ചെയ്ത് ആ സമയത്ത് അതിൻ്റെ മന്ത്ലി നമുക്ക് റവന്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30 lakhs മേലെ വരുന്നുണ്ടായിരുന്നു, എല്ലാ പ്ലാറ്റ്ഫോമിനും കൂടെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ അക്വയർ ചെയ്തു എന്ന് പറഞ്ഞു. സോ ആ ഡിസിഷൻ അങ്ങോട്ട് ഇൻബൗണ്ട് ലീഡ് ആയിരുന്നോ അല്ലെങ്കിൽ നമ്മളങ്ങ് ഔട്ട്ബൗണ്ട് ചെയ്തതാണോ? ഇല്ല ഇത് ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ ഡിസ്കഷനും ഒരു ട്രെൻഡുകൾ മനസ്സിലാക്കുമ്പോൾ എന്താ പറയുക, റോളപ്പ് ഇ കൊമേഴ്സുകൾ
അപ്പം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുത്ത് വരുന്ന ഓരോ ബിസിനസ് മോഡൽ അമേരിക്കയിലുള്ള അതേപോലെ ഇന്ത്യയിലേക്ക് കോപ്പി ചെയ്യുന്ന. കറക്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മോഡൽ റോളപ്പ് ഇ കൊമേഴ്സ് കമ്പനികൾ ഇന്ത്യയിലേക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതേപോലെ വേറൊരു അതായത് ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡുകളെ അക്യൂർ ചെയ്യുന്ന അവര് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ആ ബിസിനസിനെ ഒന്നിച്ചാക്കി. അത് തന്നെയല്ല നമ്മളെ പിന്നെ മിന്ത്രന്റെ എക്സ് ഫൗണ്ടർ ചെയ്തൊരു കമ്പനി മെൻസ ബ്രാൻഡ്സ്. അതേപോലെ ത്രേസിയോ മോഡലാണ്. ത്രാസിയോ മോഡലിനെയാണ് ഇവരൊക്കെ കോപ്പി ചെയ്തത്. യുഎസിലുള്ള ത്രാസിയോ മോഡലാണ്, അതാണ് കോപ്പി ചെയ്യുന്നത് എല്ലാവരും. ഇപ്പൊ ത്രാസിയോ എന്നൊക്കെ ഇവിടെ ഇന്ത്യയിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പല ഇവന്റിന്നും പിന്നെ ലിറ്ററേച്ചറിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ത്രാസിയോ ഉണ്ട്. അപ്പൊ നമുക്കും അറിയാം ഇന്ത്യ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇ കൊമേഴ്സ് മെച്ചേർഡ് ആവും തോറും ഇതേപോലുള്ള കമ്പനികൾ ഇന്ത്യയിലും വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡുകൾ അക്യൂർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കുറച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഓർഗാനിക് നേത്രന്റെ ആ ഗ്രോത്ത് കാണുമ്പോൾ കുറച്ച് മുന്നേ നമുക്ക് ഉള്ളിലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, സമ്മൺ വിൽ കം, ആരെങ്കിലും ഒക്കെ വരും ചോദിച്ചിട്ട് എന്നുള്ള. അപ്പൊ അത് ഞാനും രാജേഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വരുമായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതൊക്കെ ഒരു ഓക്കെ വരുമായിരിക്കും അങ്ങനെ ഓക്കെ അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് ഒരു സമയത്ത് 1-2 എൻക്വയറികൾ വന്ന സമയത്ത് നമ്മൾ ഒരു പാനിക്ഡ് ഒന്നല്ലായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇങ്ങനെ വരുമായിരിക്കും എന്നുള്ളൊരു. പക്ഷെ നമ്പേഴ്സിലെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നത്. എങ്ങനെയായിരിക്കും അവർ വാല്യൂ ചെയ്യുക, എന്തായിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. ഒരു ഫണ്ടും രാഷ്ട്രീയ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കെയിൽ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വെരി കോഷ്യസ് ആയിരുന്നു. പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓരോ പ്രൊഡക്റ്റും സെല് ചെയ്യാൻ തന്നെ നിൽക്കുള്ളൂ. പിന്നെ ആ പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ഇതിനെ ഗ്രോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏകദേശം ഒരു 3.5 to 4 crores ആനുവൽ. അതെ, GMV അല്ല, ഈ ആനുവൽ വോളിയം വരുമ്പോൾ GMV തന്നെയാണോ പറയുക? മെർച്ചൻഡൈസ് വാല്യൂ മെർച്ചൻഡൈസ് വാല്യൂ. ഞാൻ ഗ്രോസ് മന്ത്ലി വോളിയം മെർച്ചൻഡൈസ് വാല്യൂ ഇയർലി കിട്ടാൻ തുടങ്ങി. 12 months ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള ലാസ്റ്റ് 12 months അതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 30 lakhs ഒക്കെ ആയിരുന്നു ആ സമയത്തിന്റെ. കറക്റ്റ്. ആ സമയത്ത് പിന്നെ ഇങ്ങനെ എൻക്വയറീസ് വന്നു. പിന്നെ അതിന്റെ മേലെ വർക്ക് ചെയ്തു. പിന്നെ ഡിസ്കഷൻ പോയി. പിന്നെ നമുക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നെഗോസിയേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. രാജേഷേട്ടനാണ് ഇരുന്നത്. പക്ഷെ നമ്പേഴ്സ് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. കുറച്ചും കൂടി ഒക്കെ ബെറ്റർ ഡീലിലേക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പിന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹാപ്പി ആയിരുന്നു ആ നമ്പേഴ്സിൽ. എന്ത് കൈൻഡ് ഓഫ് മൾട്ടിപ്പിൾസ് ഇഫ് ഐ മേ ആസ്ക് യു? റവന്യൂവിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണല്ലോ വാല്യുവേഷൻ വരലുണ്ടോ? റവന്യൂവിന്റെ ആണ്. പക്ഷെ റവന്യൂ മാത്രല്ലായിരുന്നു നമ്മളോട് അന്ന് നമ്മളെ എബിറ്റ നമ്പേഴ്സിന്റെ ആയിരുന്നു നോക്കിയിരുന്നത്. എബിറ്റയുടെ ഒരു മൾട്ടിപ്ലയർ ആയിരുന്നു അന്ന് എടുത്തിരുന്നത്. നമുക്ക് തിരക്കില്ലാത്തൊരു എബിറ്റ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം അത്യാവശ്യം മാർജിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് 30+ എബിറ്റ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എബിറ്റ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലയർ ആയിരുന്നു അവര് പിന്നെ ഓഫർ ഉണ്ടായിരുന്നത്. അതിൽ നമ്മളെ നെഗോസിയേഷൻ സ്കിൽ അനുസരിച്ച് വാല്യൂ വ്യത്യാസം വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എത്ര എക്സ് കിട്ടിയിട്ടുണ്ടോ നിങ്ങളെ ഒരു എബിറ്റന്റെ മുകളിൽ? ഐ വിൽ കീപ് ആസ്കിങ്. യു ഹാവ് ദ റൈറ്റ് ടു റിജക്ട്. ഓക്കെ, അത് ഇനി രാജേഷേട്ടൻ ഒരിക്കൽ ഒരു പോഡ്കാസ്റ്റിന് വിളിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചോദിച്ചോ. മൂപ്പരോട് തന്നെ പറയിപ്പിക്കാം. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലാവും അവൻ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും, പോണ്ട. ഓക്കെ, റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു യു ഗോട്ട് എ ഗുഡ് എക്സിറ്റ്. പക്ഷെ നിങ്ങൾ എക്സിറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കാണ്ട് ആ ബ്രാൻഡ് ഇനിയും വളരൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. വാട്ട് വാസ് ഇറ്റ്? അത് ആ സമയത്ത് നമുക്ക്, കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്ന പല ബ്രാൻഡുകളും വളരെ ഹെവി മാർക്കറ്റിംഗ് സ്പെൻഡ് കാണുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ഈ നമ്പേഴ്സ് ഓരോ മന്ത് ഓൺ മന്ത് നമുക്ക് ആ ഗ്രോത്ത് വരുന്ന സമയത്ത് ഇൻവെന്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഈ വർഷം 30 ലക്ഷം രൂപന്റെ ബിസിനസ് ഉണ്ടെങ്കിൽ, അല്ല ഈ മാസം 30 ലക്ഷം രൂപന്റെ ബിസിനസ് ഉണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് നമുക്ക് 1.5 മാസം 2 മാസത്തേക്കുള്ള ഇൻവെന്ററി കീപ്പ് ചെയ്യണം. അപ്പൊ ആ ബിസിനസ് കൂടുന്നതനുസരിച്ച് ആക്ച്വലി പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് രാജേഷേട്ടനാണ് പറയേണ്ടത്. പക്ഷെ അപ്പൊ ഒരു ബേർഡൻ വന്നു തുടങ്ങി. കാരണം ആ ഗ്രോത്ത് ഉള്ള ബേർഡൻ ബാലൻസ് ചെയ്ത് ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ ഫണ്ട് ഒന്നും എടുക്കാതെ ചെയ്യുന്നതല്ല. അപ്പൊ അതിന്റെ ഒരു ആലോചന. പിന്നെ ആ സമയത്ത് നമ്മളൊരു മന്ത്ലി പിന്നെ പ്രോഫിറ്റും ഈ എക്സിറ്റ് കിട്ടുമ്പോഴുള്ള ഒരു നമ്പേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ അതൊരു എക്സ്പീരിയൻസ്, ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അതിന്റെ അകത്ത് കിട്ടും. ഇത് വിറ്റ് കഴിഞ്ഞാൽ വി ക്യാൻ ബിൽഡ് അഗൈൻ. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് രണ്ടാമത് തുടങ്ങാം, ഇത് പ്രശ്നമല്ലല്ലോ, നമുക്ക് പ്ലേ ബുക്ക് അറിയാം എന്നൊക്കെ. അത് അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു അന്ന് പോയിരുന്നത്. പിന്നെ പലരും നമ്മൾ അഭിപ്രായം എടുത്തു, എക്സിറ്റ് ഈസ് എൻ എക്സിറ്റ്, അതിലൊരു സംശയമൊന്നുമില്ല. പുതിയ തുടങ്ങുമോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. കറക്റ്റ്. അതൊരു എന്താ പറയാ, എത്ര കൊല്ലം കൊണ്ട് ഞങ്ങൾ എക്സിറ്റ് ചെയ്തത്?
ഓർഗാനിക് നേത്രക്ക് ഓൾമോസ്റ്റ് 5 year old ആണ്. 5 year എക്സിറ്റ് ചെയ്യാൻ ഇറ്റ്സ് എന്താ പറയാ ഏർലി എക്സിറ്റ് ഏർലി എക്സിറ്റ് ആണ്. ഏർലി എക്സിറ്റ് ആണ്. പിന്നെ ആ സമയത്ത് നമുക്ക് വന്ന ഓഫർ ഇനീഷ്യൽ 1-2 ഓഫർ ഇതേപോലെ റോളപ്പ് ഇ കോമേഴ്സ് ആണ്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മോഡലുകളൊന്നും ആരും വന്നിട്ടില്ല. നമ്മൾ ആരെയും അപ്രോച്ച് ചെയ്തിട്ടില്ല. രാജേട്ടനും അങ്ങനെ പോണ്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആ സമയത്ത് ആ പെർട്ടിക്കുലർ ബ്രാൻഡിൽ. പുതിയ ഇനി വരുന്ന ബിസിനസ്സിലൊന്നും ചിലപ്പോൾ അങ്ങനെ ആയിക്കോണമെന്നില്ല. പക്ഷെ ആ ഒരു ഫസ്റ്റ് ബിസിനസ്സിൽ തന്നെ ഒരു എക്സിറ്റ് കിട്ടുക, അതൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ പിന്നെ അത് കളയണ്ടാന്ന് തോന്നി. പിന്നെ ആ നമ്പേഴ്സിൽ മാത്രമായി ഡിസ്കഷൻ, എത്ര നമ്പർ മാക്സിമം കിട്ടും എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് എടുക്കുക എന്നുള്ളതായി. പിന്നെ റോളപ്പ് ഇ കോമേഴ്സുകൾ തന്നെ പല രീതിയിലുണ്ടായിരുന്നു. ഇനീഷ്യലി ഒക്കെ അവർ സ്റ്റേക്ക്, നമുക്കൊരു മൈനോറിറ്റി സ്റ്റേക്ക് അവിടെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇന്ത്യൻ മോഡലിൽ ത്രാസിയിലൊക്കെ അത് പോപ്പുലറാണ്. ഇന്ത്യൻ മോഡലിൽ അവർ അത് കംപ്ലീറ്റ് സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്ന ഒരു മോഡലിലേക്കൊക്കെ മാറി. പ്രത്യേകിച്ച് നമ്മൾ GBL എന്ന് പറഞ്ഞ കമ്പനിയാണ് അക്യൂർ ചെയ്തത്. അപ്പോൾ അവർ 100% സ്റ്റേക്ക്, ഐ മീൻ 100% ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇനീഷ്യലി ഡിസ്കഷൻ പോയത്. അപ്പോൾ മനസ്സൊക്കെ ഇനീഷ്യലി 80-20 എന്നൊക്കെയുള്ള രീതിയിൽ പല സ്കെയിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇവഞ്ച്വലി അവർക്ക് 2-3 years അവർക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എന്നാൽ ഇത് പിന്നെ ഒറ്റയടിക്ക് എക്സിറ്റ് ആണ്. എത്ര സമയം എടുക്കും ആ ട്രാൻസ്ഫറിങ് പീരീഡ്? 2-3. പക്ഷെ നമ്മൾക്കൊരു പിന്നെ ഈ ഒരു അവർ നമ്മൾ അനലൈസ് ചെയ്യാൻ ബുക്സും മറ്റൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ഡ്യൂ ഡിലിജൻസ് കുറച്ച് ഒരു 2 months എടുത്തിട്ടുണ്ട്. 2 to 3 months എടുത്തിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ഏജൻസികളാണ് ചെയ്തത്. ലീഗൽ ഒരാളും ഫിനാൻസ് വേറെ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഓൺലൈനിലായിരുന്നു. അതുകൊണ്ട് എല്ലാം വളരെ ഈസി ആയിരുന്നു, ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് നടന്നു. അങ്ങനെ ആ നമ്പേഴ്സിൽ എക്സിറ്റ് ഇട്ടു. പേയ്മെന്റ് ഒക്കെ സൈൻ ചെയ്ത് വിത്തിൻ ഷോർട്ട് പീരീഡിൽ തന്നെ പേയ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എപ്പോഴും ഈ അക്വിസിഷനിൽ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും ഫൗണ്ടർക്ക്. ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മിനിമം രാഷ്ട്രീയ മിനിമം ഒരു 6 months മുതൽ 1 year വരെ ഹാൻഡ് ഓവർ എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കണം. മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സിറ്റ് ആയിരുന്നു, കാരണം ഞങ്ങൾ രാജേഷിന്റെ കൂടെ മാത്രമല്ലേ ഉള്ളൂ. രാജേഷിന്റെ പിന്നെ പോരാത്തിന് ഈ നമ്മൾ ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം കുറച്ച് കാലത്തേക്ക് ടൈനീസ് തന്നെയാണ് അവർ ബിസിനസ് മാനേജ് ചെയ്തത്. ഈ GBLന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ബ്രാൻഡ്. കാരണം ഒരു സഡൻ ട്രാൻസ്ഫർ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പം നമ്മൾ അവരുടെ 1-2 ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാർക്കറ്റ് പ്ലേസ് സപ്പോർട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ ഓർഗാനിക് നേത്രയില് എത്ര മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു, എത്ര D2C സ്റ്റോർ ഉണ്ടായിരുന്നോ? D2C സ്റ്റോർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ അകത്ത് വോളിയം ഉണ്ടായിരുന്നോ? വെരി ലോ, 10% താഴെ. 10 താഴെ. അപ്പം ഒരു ബ്രാൻഡ് മാർക്കറ്റ് പ്ലേസ് വെച്ചിട്ട് മാത്രം ബിൽഡ് ചെയ്യാം. അത് ഏത് ഇയറിലായിരുന്നു നിങ്ങൾ ഓർഗാനിക് നേത്ര ബ്രാൻഡ് ബിൽഡ് ചെയ്തത്? 18-19 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 18-19 നിങ്ങൾ മാർക്കറ്റ് പ്ലേസ് ലെവറേജ് ചെയ്തു. മാർക്കറ്റ് പ്ലേസ് അങ്ങോട്ട് കുതിച്ച് കയറുന്ന സമയത്ത് നിങ്ങളും അതിന്റെ കൂടെ അങ്ങോട്ട് നിന്നൊടുത്ത്. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയാണ്. ഞാൻ മാർക്കറ്റ് പ്ലേസ് അടിപൊളിയാണ്. ലോഞ്ച് ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിൽ തന്നെ ആവണം എന്നുള്ളത്. കാരണം ഓൺ വെബ്സൈറ്റ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സോർട്ടഡ് ആണല്ലോ. അതെ ഇപ്പം വിശ്വസിക്കുന്നുണ്ട്. ഈവൻ സോഷ്യൽ മീഡിയ പേജ് പോലും വേണ്ട ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ എന്നുള്ളത്. കാരണം നമ്മൾ അങ്ങനെ എന്തോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ബ്രാൻഡ് ആവുക എന്നുള്ളത്. അല്ല, ഓരോരുത്തർക്കും ഓരോ പ്ലേ ബുക്ക് ഉണ്ടാവും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ക്യുക്കമേഴ്സ് ഭയങ്കര ഹിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു റൂട്ടിൽ പോയി നോക്കിയോ? ക്യുക്കമേഴ്സിൽ എല്ലാവരും ഇൻവെന്ററി മോഡലാണ് ചെയ്യുന്നത്. അതൊരു മാർക്കറ്റ് പ്ലേസ് മോഡലല്ല. കാരണം അവർ തന്നെ ഇൻവെന്ററി ഹോൾഡ് ചെയ്തിട്ട് അവർ തന്നെ സെല് ചെയ്യാണ്. അപ്പൊ അതിൽ ആസ് എ തേർഡ് പാർട്ടി സെല്ലർ നമുക്കൊന്നും അതിലിപ്പോൾ ഒരു റോളും ഇല്ല. നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ അവരെ പിച്ച് ചെയ്തിട്ട് അവരെ ഇൻവെന്ററിയിലേക്ക് കയറ്റാൻ പറ്റുമോ നോക്കാം. അതായത് അവരെ ലൊക്കേഷനിൽ സാധനം സ്റ്റോർ ചെയ്യണം. അപ്പൊ അവിടെ ഒരു തേർഡ് പാർട്ടി പ്ലെയർക്ക് സ്കോപ്പ് ഇല്ല, ഇപ്പോഴത്തെ മോഡലിലില്ല. ഇവഞ്ച്വലി എന്തെങ്കിലും മെച്ചൂർഡ് ആവുന്ന സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനത്തെ കേസിൽ ഫോർ ഓർഗാനിക് നേത്ര ഇറ്റ് വാസ് എ സൈഡ് ഹസിൽ ഫോർ ഹിം. ആരെങ്കിലും ഒന്ന് ഇത് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പോ ക്യുക്കമേഴ്സിൽ ഇതാക്കണമെങ്കിലും അവിടെ ആരോ ഇത് മാനേജ് ചെയ്യണ്ടേ. ഡാർക്ക് സ്റ്റോർ ബേസ് ചെയ്തിട്ടല്ലേ ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ അവിടെ ഇൻവെന്ററി എന്തായാലും അവരാണ് ഹോൾഡ് ചെയ്യുന്നത്. അതെ, ജസ്റ്റ് റീറ്റെയിൽ ചെയ്യുന്ന അവരെന്നെ. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു പോപ്പുലർ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇന്ന് വാങ്ങുന്നുള്ളൂ. കാരണം അവർക്ക് ലിമിറ്റഡ് യൂണിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റഡ് SKU ഡാർക്ക് സ്റ്റോറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, കറക്റ്റ്. കാരണം 3000 അത്രയും. അപ്പൊ അതിൽ വളരെ പോപ്പുലർ ആയിട്ട് സെയിൽ ഫ്രീക്വൻസി കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് അവർ അവരും നോക്കുക അവരെ പ്രോഫിറ്റബിലിറ്റി. അവർക്ക് പെട്ടെന്ന് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടണം. അതിന്
ആൾക്കാർ പെട്ടെന്ന് കാർട്ടിലേക്ക് ഇടാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റ്. അത് എന്തായാലും ഉണ്ടാവില്ല, ഒരു പാറ്റേൺ ഉണ്ടാവില്ല കസ്റ്റമർ പർച്ചേസിൻ്റെ. അതെ. അതേ വെക്കുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്വന്തമായിട്ടൊരു സോപ്പ് ബ്രാൻഡ് ഉണ്ടെന്ന് എഴുതിയിട്ട് എനിക്ക് സെപ്റ്റോലോ ഡോൻസിലോ വെക്കാൻ കഴിയില്ല. കാരണം അവർ നോക്കുക ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോകുന്ന ലൈഫ്ബോയ്, പിയേഴ്സ് പോലുള്ള കോമൺ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, വളരെ ആൾക്കാർക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡുകളായിരിക്കും അവരതിൽ സെല് ചെയ്യാൻ നോക്കുക. ഒരു പുതിയ ബ്രാൻഡിന് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഒന്നല്ല. അല്ല, ബട്ട് ഇഫ് ദ ബ്രാൻഡ് ഹാസ് എ സ്ട്രോങ് സോഷ്യൽ മീഡിയ ഫോളോയിങ്, ആ സെനാരിയോ മാറൂലേ? നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ബ്രാൻഡ് ആണെങ്കിൽ സെയിൽ ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അവർ എടുക്കുകയുള്ളൂ. കാരണം അവർക്ക് പിന്നെ എന്താ പറയാ, നമ്മള് സ്വാഭാവികമായിട്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റില് റാക്കിൽ ഒരു പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞാൽ സെയിൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിലല്ല അവർ രണ്ടാമത് അവിടെ കറക്റ്റ് നല്ല റീഓർഡർ വരുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് മേക്ക് സെൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഈ ഇപ്പം ക്യുക്കമേഴ്സ് മോഡലിലേക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ അഡാപ്റ്റ് ആവും. പക്ഷെ ആ മോഡൽ ഇനീഷ്യൽ മോഡലിന് പ്രസക്തി ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. ബ്രാൻഡുകൾ ബിൽഡ് ചെയ്യാന് മാർക്കറ്റ് പ്ലേസ് ഇപ്പോഴും അടിപൊളി സംഭവമാണ്. പക്ഷെ ഇഫ് യു ബിൽഡ് എ ബ്രാൻഡ് ഇൻ സോഷ്യൽ മീഡിയ, ഇറ്റ് ഈസ് ഈസിയർ ടു ഗെറ്റ് ഇൻ ടു ക്യുക്കമേഴ്സ് പ്ലാറ്റ്ഫോം. നമുക്ക് ലോക്കലി നിഷ് ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉണ്ടാക്കാലോ. റൈറ്റ്, ഓക്കെ. അപ്പൊ ഓർഗാനിക് നേത്ര വിറ്റ്, അതിന് കുറച്ച് പൈസ കിട്ടി. എന്ത് ചെയ്തു പൈസനോട്? നമ്മൾ കുറച്ച് നമ്മുടെ ഓൺ ബ്രാൻഡുകളുണ്ട് ആമസോൺ അതേപോലെ മാർക്കറ്റ് പ്ലേസിൽ തന്നെ സെല് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത്. അതെ. അപ്പോൾ കമ്പനി തന്നെ, കാരണം അങ്ങനെ ഒരു വലിയൊരു ഡ്രോ ബാക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറെ എക്സ്പെരിമെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, പലതും ട്രൈ ചെയ്യുന്നു. നമ്മളിപ്പോഴും യങ് ആണ്, ഇനി എത്രയോ കടക്കുന്നു എന്ന് തോന്നുന്നു, നമുക്കറിയില്ല. അങ്ങനെ പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡുകൾ ഉണ്ട്, അതിൽ പല ടൈപ്പ് ഓഫ് ഇൻവെന്ററി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പോൾ ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു, അപ്പം ഐ ജസ്റ്റ് സമ്മറൈസ് ഇറ്റ്. നിങ്ങൾ ആദ്യം അതിലെനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആക്ച്വലി തുടങ്ങാൻ ഇറ്റ്സ് നോട്ട് ഈസി. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന? ഏത് സമയത്ത്? വിപ്രോന്റെ LED ബൾബുകൾ. അത് ഇനീഷ്യലി അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഉള്ളൊരു ഡിസ്ട്രിബ്യൂട്ടർ റിട്ടയർ ചെയ്തിട്ട് ആ ഗ്യാപ്പിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ ഇനീഷ്യലി ഒപ്പം കൂട്ടി. അപ്പൊ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന കൗണ്ടറുകളിൽ തന്നെ ഇനീഷ്യലി നമ്മൾ കയറുക എന്നുള്ളതായിരുന്നു. നമ്പേഴ്സ് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല എത്ര കൗണ്ടർ ബില്ല് ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷെ അത്യാവശ്യം തിരക്കില്ലാത്തൊരു നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ബിസിനസിനെ അങ്ങോട്ട് അക്വയർ ചെയ്തൊരു പോലെ ആയിരുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല. പക്ഷെ അവരെ ലയബിലിറ്റി നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ കൗണ്ടേഴ്സിന്റെ ഹിസ്റ്ററി നമുക്കറിയായിരുന്നു. ഹിസ്റ്ററി കിട്ടി. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടുന്ന് തുടങ്ങി, അത് പിന്നെ കുറച്ചങ്ങോട്ട് സ്കെയിൽ ചെയ്ത് നമുക്ക് മനസ്സിലായി നിങ്ങൾ ഒരു റീസെല്ലർ മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ബോംബെയിൽ പോയി കുറച്ച് അവിടെ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യാക്കി പ്രൊഡക്ട്സ്. മീൻ വൈൽ നിങ്ങൾക്കൊരു ടീം മെമ്പറെ കിട്ടി. അപ്പൊ അവര് ഒന്ന് വിട്ടുപോയത്, നമ്മളൊരു ബേബി ബട്ടൺസ് എന്ന് പറഞ്ഞിട്ടൊരു കിഡ്സ് വെയറിന്റെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതില് നമ്മൾ ആക്ച്വലി തിരുപ്പൂർ ബേസ് ചെയ്തിട്ടൊക്കെ കുറെ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പാരലിൽ കുറെ പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഫോക്കസ് അപ്പാരൽ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ വേറെയുള്ള കുറച്ച് കൺസ്യൂമബിൾസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ബേബി ബട്ടൺസ് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു പ്രധാന ബ്രാൻഡ് ബേബി ബട്ടൺസ്. സ്വന്തം ബ്രാൻഡ്. അത് ഇപ്പോഴും സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ പിന്നെ ഐ ടേക്ക് ഇറ്റ് ഫ്രം സമ്മറൈസ് ഇറ്റ് വൺസ് മോർ. കോളേജ് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ PGക്കും കാര്യങ്ങളിലൊക്കെ നോക്കി. പിന്നെ അതിൽ മൂഡ് പോയതുകൊണ്ട് നിങ്ങൾ ഓക്കെ കച്ചവടം ചെയ്യപ്പോൾ ഓക്കെ എന്താണ് ബെസ്റ്റ് കച്ചവടം, ലെറ്റ് സ്റ്റാർട്ട് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്. വിപ്രോന്റെ LED ബൾബുകൾ വിറ്റ് തുടങ്ങി. അവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഒരു മേജർ കൺസേൺ ആയി വന്നു. സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ വിറ്റ് കഴിഞ്ഞാൽ കാശ് ഇപ്പം നിങ്ങളെ അക്കൗണ്ടിൽ കയറൂല. അപ്പൊ എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കിയപ്പോ യു ഫിഗേർഡ് ഔട്ട് ഇ-കൊമേഴ്സ് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഓൺലൈനിൽ വിറ്റ് നോക്കാം. ഓൺലൈനിൽ വിറ്റ് നോക്കി, അത് അത്യാവശ്യം സെയിൽസ് വന്നപ്പോൾ ഓക്കെ ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് റീസെല്ലർ ആണ്, നമുക്ക് സ്വന്തം പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ ഹൗ വിൽ ഇറ്റ് ബി. മീൻ വൈൽ നിങ്ങൾക്ക് ഒരു ടീം മെമ്പറെ കിട്ടി. അപ്പൊ ടീം മെമ്പർ ഓപ്പറേഷൻസ് മൊത്തം ഏൽപ്പിച്ച് നിങ്ങൾ കൂടുതൽ ബിസിനസ് ഡെവലപ്മെന്റ് സൈഡിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഓർഗാനിക് നേത്ര എന്ന ക്ലയന്റ് നിങ്ങളടുത്ത് വന്നു. ആ ഓർഗാനിക് നേത്രയിൽ നിങ്ങൾക്കൊരു സ്റ്റേക്ക് കിട്ടി. അത് നല്ല രീതിയിൽ നിങ്ങൾ സ്കെയിൽ ചെയ്തു. എത്ര വരെ സ്കെയിൽ ചെയ്തു? എത്ര ഓർഡേഴ്സ് പെർ മന്ത്? 30 lakhs പെർ മന്ത് നിങ്ങൾ സ്കെയിൽ ചെയ്തു. യു ഗോട്ട് ആൻ ഓഫർ ഫ്രം ആൻ
ഇ കൊമേഴ്സ് അക്വസിഷൻ എന്തായിരുന്നു പറയാം, റോളപ്പ് ഇ കൊമേഴ്സ് റോളപ്പ് ഇ കൊമേഴ്സിന്റെ അക്വസിഷൻ ഓഫർ വന്നപ്പോൾ യു ലെറ്റ് ഇറ്റ് ഗോ. ഫൈൻ, ഇവിടം വരെയാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. നൗ യു ആർ ട്രൈങ് ടു ലോഞ്ച് മോർ ബ്രാൻഡ്സ്. ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പല ബ്രാൻഡുകളും ഉണ്ട്. ഇനീഷ്യലി നമുക്ക് പല ഐഡിയകളും ഉണ്ടായിരുന്നു, പലതും ട്രൈ ചെയ്യാന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കറക്റ്റ് ഒരു ഇന്നത് വർക്ക് ആവും എന്നുള്ള ഒരു എക്സാക്ട് വിവരം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊന്നല്ല. നമുക്ക് ഓരോ പ്രതീക്ഷയാണ്, ഓക്കെ ഇത് ദിസ് വിൽ വർക്ക് എന്നുള്ള. ബേബി ബട്ടൺസിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യലി നമ്മളൊരു ഫോക്കസ് തന്നെ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഈ സമയത്താണെങ്കിൽ പോലും നമ്പർ ഓഫ് ഓർഡേഴ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആക്ച്വലി അപ്പാരൽസിലാണ്, ഇ കൊമേഴ്സ്. പക്ഷെ വാല്യൂ വൈസ് ഇലക്ട്രോണിക്സും ഗാഡ്ജറ്റ്സ് ഒക്കെ ആയിരിക്കും വാല്യൂ വൈസ്. പക്ഷെ നമ്പർ വൈസ് ഇപ്പോഴും അപ്പാരൽസ് ആണ്. പക്ഷേ ഗാഡ്ജറ്റ്സിൽ നമുക്ക് മാർജിൻസും വളരെ കുറവാണല്ലോ, അപ്പാരൽസിൽ മാർജിൻസ് ഈസ് വെരി ഹൈ. അങ്ങനെ നമ്മൾ വിചാരിക്കും, പക്ഷെ ഓക്കെ അങ്ങനെ അപ്പാരൽസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുതൽ കണ്ടിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങി. ബേബി അപ്പാരൽസ്, ന്യൂ ബോൺ കുറച്ചുകൂടി എളുപ്പമാണ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ അപ്പാരൽസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പാരൽസിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ആക്ച്വലി, ആർക്കും തുടങ്ങാൻ വളരെ ഈസിയാണ്. പിന്നെ ഓൾറെഡി മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് സെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം അത് നമ്പേഴ്സ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അതിൽ 1-2 കൺസ്യൂമബിൾസ്, ബേബി ഓയിൽസും ബേബി സോപ്പ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കി. അതിനെ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കോക്കനട്ട് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെയാണ്, അതേപോലെ ആൽമണ്ട് ഓയിൽ ഇതേപോലെ സോഴ്സ് ചെയ്തിട്ട്, പിന്നെ കുറച്ച് പിന്നെ സാഡിൽസ് എന്നൊക്കെയുള്ള എന്താ പറയുക ഈ ആക്സസറീസ്, ബേബി ആക്സസറീസ് ഒക്കെ സെൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ നമ്പേഴ്സ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രോത്ത് വന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം ആമസോൺ ഫ്ലിപ്കാർട്ടിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നമുക്ക് ഏത് കാറ്റഗറിയും സെല് ചെയ്യാം, ഈ എത്ര നമ്പർ ഓഫ് SKUs വേണമെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. അവിടെ നിന്ന് റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലോ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. മൾട്ടിപ്പിൾ കാറ്റഗറി എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ മൾട്ടിപ്പിൾ കാറ്റഗറി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്കൊരു വെയർഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ യാമ എന്ന് പറഞ്ഞിട്ടൊരു സോപ്പിന്റെ ബ്രാൻഡ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പാരലലി ഇപ്പം ഓർഗാനിക് നേത്രയിൽ നിന്ന് എക്സിറ്റ് എടുത്തപ്പോൾ അടുത്തെന്ത് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഞങ്ങളും രാജേഷ് ചേട്ടനൊക്കെ ഒരുമിച്ച് വേറെയും വർക്ക് ചെയ്യുന്നുണ്ട്. പല പ്രൊഡക്റ്റ് ഐഡിയാസും പോലെ എന്താണ് എന്നുള്ള അതൊക്കെ ഇതിന്റെ പാരലലി എല്ലാം കൂടെ നടക്കുന്നുണ്ട്, നമ്മൾ ഒന്നും മാത്രമായിട്ടല്ല. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് രാജേഷ് ചേട്ടൻ എക്സിറ്റ് എടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ ഇ കൊമേഴ്സ് എന്താണ്, ഇ കൊമേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അതിലെ സാധ്യതകളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് രാജേഷ് ചേട്ടൻ. സ്വാഭാവികമായിട്ടും രാജേഷ് ചേട്ടനും ഒരു ഒറ്റക്കാ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു ടീമില്ലായിരുന്നു. ചെറിയ ടീം, ഒരു സമയത്ത് 1-2 പേരുള്ള ചെറിയ ടീം ഉണ്ടായിരുന്നു പാക്കിംഗ് ഒക്കെ ആവശ്യമുള്ള സമയത്ത്. പിന്നീട് കംപ്ലീറ്റ് ടൈനീസ് തന്നെയായിരുന്നു മാനേജ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മളും നന്നായിട്ട് റാപ്പുമാണ്. കാരണം ബിസിനസ് അറിയാം, ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ഒരാളാണ്, നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണ്ട. പിന്നെ രാജേഷിന്റെ ഒരു സ്കില്ലുണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിലും മാനുഫാക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നതിലും അങ്ങനെയൊക്കെയുള്ള കുറെ സ്കില്ല് രാജേഷിൻ്റെതായിട്ടുണ്ട്. രാജേഷിനോട് ഓക്കെ എന്നാൽ നാം ടൈനീസോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ടൈനീസോയില് ഒരു വാല്യുവേഷൻ വെച്ചിട്ട് തന്നെ ഒരു പിന്നെ സ്റ്റേക്ക് നമ്മൾ കൊടുത്തിട്ട് എൻറ്റർ ചെയ്തു. അങ്ങനെ ഇപ്പോൾ രാജേഷ് നമ്മൾ ടൈനീസോയിലെ ഒരു ഡയറക്ടറും കൂടിയാണ്. അടിപൊളി. അപ്പോ പിന്നെ ആദ്യം നിങ്ങൾക്കൊരു പ്രോസ്പെക്റ്റ് ആയി വന്ന ആള് നിങ്ങളെ ക്ലയന്റ് ആയി, ആ ക്ലയന്റ് നിങ്ങൾക്ക് സ്റ്റേക്ക് ഓഫർ ചെയ്തു, ആ സ്റ്റേക്ക് നിങ്ങൾ മോണിറ്റൈസ് ചെയ്തു വെൻ ദ ക്ലയന്റ് സോൾഡ് ദെയർ ബിസിനസ്. എന്നിട്ട് ആ ക്ലയന്റിനെ നിങ്ങൾ പാർട്ട്ണർ ആക്കി ഇങ്ങോട്ട് കൂട്ടി. ഇത് തന്നെയാണ് ദിസ് ഈസ് കോൾഡ് കണക്ഷൻസ്, ബിൽഡിംഗ് നെറ്റ്വർക്ക്സ്. ഞാൻ എപ്പോഴും പറയും, പിന്നെ വെറുതെ ഒരാളെ കണ്ട് ഒറ്റയടിക്ക് പാർട്ട്ണർ ആയിട്ട് കൂട്ടരുത്. വർക്ക് വിത്ത് ദം ഫോർ എ വൈൽ ആൻഡ് ദെൻ സീ ഇഫ് ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു അസോസിയേറ്റ് വിത്ത് ആൻഡ് ജസ്റ്റ് ഫോർമുലേറ്റ് യുവർ എഗ്രിമെന്റ്. അടിപൊളി. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ സേ ഒരു ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ വാട്ട് വുഡ് യു സേ, എന്തായിരിക്കും അതിനുള്ളൊരു ഐഡിയൽ, ഒരു 20 year old എന്തായിരിക്കും ഒരു ഐഡിയൽ വേ ടു സ്റ്റാർട്ട് എ ബ്രാൻഡ്? ആൻഡ് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. തെറ്റും വേറെ മിസ്റ്റേക്സ് ഉണ്ടാവും, കറക്റ്റ് ചെയ്യാൻ നോക്കാം. തുടങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്, ഭയങ്കര ആലോചനയായിരിക്കും, ഭയങ്കര പ്ലാൻ ആയിരിക്കും, ആ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ അവര് പ്രൊഡക്റ്റ് തുടങ്ങൂല, വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ ഒരു ആലോചന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ. കാരണം നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പ്രൊഡക്റ്റും മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പല ബ്രാൻഡിലും നമ്മൾ പ്ലാൻ ചെയ്ത പ്രൊഡക്റ്റ് കാറ്റഗറിയിലല്ല നമ്മൾ ഉള്ളത്, ഡൈവേഴ്സ് ചെയ്ത് പോയിട്ടുണ്ട്. ബിസിനസ്സിലും അങ്ങനെ തന്നെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാറ്റഗറി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമറെ ആവില്ല ചിലപ്പോൾ നമുക്ക് കിട്ടാം.
അപ്പം അത് തുടങ്ങിയാലേ നമുക്ക് അറിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇമാജിനേഷൻ ആണല്ലോ, ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കറക്റ്റ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എന്തായിരിക്കും ആ ഒരു പ്ലേ ബുക്ക്, എന്തായിരിക്കും പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, വാട്ട് വിൽ ബി നെക്സ്റ്റ്? ഓക്കെ, ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്ത എല്ലാ പ്രൊഡക്റ്റും വിജയിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഫെയിൽ ആയിട്ടുണ്ട്, നഷ്ടം പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച നമ്പേഴ്സ് എത്താത്ത പ്രൊഡക്റ്റുകളും ഉണ്ട്. അപ്പം അതിൽ ഒന്ന്, നമുക്ക് ഇപ്പം മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പ്ലേസിന് ഒരു കമ്മീഷൻ സ്ട്രക്ചർ ഉണ്ട്. അതെ. ആ കമ്മീഷൻ അബ്സോർബ് ചെയ്യുന്ന ഉറപ്പുള്ള രീതിയിലുള്ള പ്രൈസിങ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. പോരാത്തിന് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കാണണം, പിന്നെ നമുക്കൊരു മാർജിനും കാണണം. അപ്പം അതിന് നമ്മൾ പറയാറുണ്ട്, പക്ഷെ എല്ലാ പ്രൊഡക്റ്റിലും അത് പോസിബിൾ ആവില്ല. ഒരു നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ഒരു 25 to 30% ഉള്ളിൽ നിൽക്കണം. കാരണം നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഓൾമോസ്റ്റ് 500 താഴെ ആയിരിക്കും. അതിന് മേലെ വരുന്ന പ്രൈസിംഗ് ഒക്കെ ഡിഫറെന്റ് ആട്ടോ. ഞാൻ പറയുന്നത് ഒരു FMCG കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു 25-30% കോസ്റ്റ് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് ഉണ്ടാവും, മാർക്കറ്റിങ്ങിനുള്ള ഗ്യാപ്പ് ഉണ്ടാവും, നമുക്ക് മാർജിനും ഉണ്ടാവും. ബാക്കി ഈ പിന്നെ കുറച്ചൊരു മാർക്കറ്റ് പ്ലേസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ലോജിസ്റ്റിക്സും കൂടെ കണക്കാക്കിയിട്ടാണ് പറയുന്നത്. എല്ലാം കൂടെ കവർ ചെയ്യാനുള്ള ഒരു നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു 500 റുപ്യൻ്റെ പ്രൊഡക്റ്റ് ആണ് നമ്മളെടുത്തില്ല, ഒരു 150 റുപ്പീസ് കോസ്റ്റ് വരാൻ പാടുള്ളൂ. 150 ഒക്കെ വളരെ ഹൈ ആണ്, ആക്ച്വലി വളരെ ഹൈ ആണ്. എന്നാലേ നമുക്കത് പ്രോഫിറ്റബ്ലി സെല് ചെയ്യണമെങ്കിൽ അത്രയെങ്കിലും ഒരു 350ന്റെ റൂമെങ്കിലും വേണം. അതെ, നഷ്ടം ഉണ്ടാവില്ല. കാരണം മാർക്കറ്റ് ഒക്കെ ചെയ്യാൻ തന്നെ ചിലപ്പോൾ നമുക്ക് സെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല മാർജിൻ ഉണ്ടാവും. അതെ അതെ. പക്ഷെ ഇപ്പൊ ആമസോണിൽ ഒരു റഫ് നമ്പർ പറയുകയാണെങ്കിൽ ഒരു 500 രൂപന്റെ താഴെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ 500 ഗ്രാമിന്റെ താഴെ വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു 300 റുപ്പീസ് ഒക്കെ ആയിരിക്കും നമ്മൾ സെറ്റിൽമെന്റ് ഉണ്ടാവും. 300-320 ഒക്കെ. അതെ, കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പൊ അത് അബ്സോർബ് ചെയ്യാൻ പറ്റണം നമുക്ക്. അതിൽ വേറെ ആഡ് എക്സ്പെൻസ് വരാനുണ്ട്, വേറെയുള്ള കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന, പക്ഷെ എന്നാലും പലരും മനസ്സിലാക്കുന്നതിൽ പറ്റുന്ന, പലരും ഇതിന് റീറ്റെയിൽ ചാനൽ എല്ലാം തിരിച്ചിട്ട് വളരെ ലാഘവത്തോടെ എടുക്കാറുണ്ട്. പക്ഷെ റീറ്റെയിൽ ചാനലാണെങ്കിലും ഹോൾസെയിലൊക്കെ ചെയ്യുന്ന മാർജിനേ ഉള്ളൂ. പക്ഷെ ഹോൾസെയിൽ ചെയ്യുന്ന വോളിയം പല കാറ്റഗറിയിലും ചെയ്യാൻ പറ്റും. കാരണം കേരളത്തിലോ അല്ലെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് നമുക്ക് പാൻ ഇന്ത്യ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്പേഴ്സ് ചില പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. നമ്മൾ ലോക്കലി ചെയ്യുന്ന നമ്പേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ നമ്പർ ചെയ്യാൻ പറ്റും. അതെ, കാറ്റഗറിയും പ്രൈസിങ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പല ബ്രാൻഡ് ഓണേഴ്സിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്ലൈനിൽ ബിസിനസ് ബിൽഡ് ചെയ്തവർ അതേ ഒരു DNA ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺലൈൻ ബിസിനസ്സിൽ. കാരണം രണ്ട് സെപ്പറേറ്റ് DNA ആണ്. കാരണം ഓൺലൈനിലെ പ്രൈസിങ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ഓഫ്ലൈനിലെ പ്രൈസിങ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മൾ മാർജിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ വേറെ രീതിയിലാണ്, ഇവിടുത്തെ മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ വേറെ രീതിയിലാണ്. അപ്പോൾ ആ ഒരു ബോധ്യം ഇല്ലാതെയാണ് പലരും ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവർ ഓൺലൈനിൽ ലോഞ്ച് ചെയ്ത് അതേ പ്രൊഡക്റ്റ് അതേ പ്രൈസിങ് വെച്ചിട്ട് ഓൺലൈനിൽ ലാഭം എടുക്കണം എന്നുള്ളൊരു വാശി പിടിച്ച് വരും. അത് ചിലപ്പോൾ പോസിബിൾ ആവില്ല, കാരണം രണ്ട് കോസ്റ്റ് സ്ട്രക്ചർ ആണ്. അതെ, കറക്റ്റ്. രണ്ടാമത്തത് ഒന്ന് കേരള ബേസ്ഡ് ബ്രാൻഡുകൾ കേരള കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഇറക്കിയ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇന്ത്യയാണ്. അതെ, ജോഗ്രഫി റെസ്ട്രിക്റ്റഡ് ഒന്നല്ല. അപ്പൊ പാൻ ഇന്ത്യ അപ്പീലുള്ള പ്രൊഡക്റ്റുകൾക്കാണ് അതിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുക. അപ്പൊ ആ ഒരു ബോധ്യമില്ലാതെയും ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ വെറുതെ പറയും ഓൺലൈനിലൊന്നും നടക്കൂല, ഓൺലൈൻ നമുക്ക് ശരിയാവില്ല, മാർക്കറ്റ് പ്ലേസ് കള്ളത്തരാണ്, അങ്ങനെയാണ് ഒന്നും നടക്കൂല എന്നൊക്കെ. പക്ഷെ ഏതൊക്കെ ബ്രാൻഡ് മാർക്കറ്റ് പ്ലേസിന് പ്ലാൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റും നമ്മൾ ഇഷ്ടത്തിന് ഇറക്കിയ പ്രൊഡക്റ്റ് ഒക്കെ ഫെയിൽ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ വർക്കാവുന്ന പ്രൊഡക്റ്റ് നമ്മൾ റിസർച്ച് ചെയ്ത് ചെയ്യുന്നത് വിജയിച്ചിട്ടുണ്ട്. കാരണം ബേബി ബട്ടൺസിന്റെ കേസിലൊക്കെ ആ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ കുട്ടികൾക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് നല്ല ക്വാളിറ്റിയും നല്ല ഡിസൈനൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്തില്ല. നമ്മളെ ഇഷ്ടമാണ്, അത് മാർക്കറ്റിന് അത് വേണ്ട. കറക്റ്റ്. മാർക്കറ്റിൽ ഓൾറെഡി ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്യുക. മാർക്കറ്റ്. അപ്പൊ നമ്മളിപ്പോ ഓർഗാനിക് നേത്രയിലാണെങ്കിലും നമ്മൾ മറ്റുള്ള ബ്രാൻഡുകളിലാണെങ്കിലും നമ്മൾ ഒരു യുണീക്ക് കോമ്പോസിഷനോ അല്ലെങ്കിൽ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. വെരി പോപ്പുലർ ആയിട്ടുള്ള വെരി കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ബ്രാൻഡിൽ വിറ്റു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ്. അപ്പൊ അവിടെ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വളരെ 1-2 പ്രൊഡക്റ്റുകൾ, ഇപ്പൊ ബേബി കാജൽ പോലെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആയിരുന്നു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ടായി. ആ ബേബി കാജലിന്റെ കേസിൽ തന്നെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ
199 സെല് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പ്രീമിയം പ്രൈസ് പ്രതീക്ഷിച്ചു. ആ. ഡാഷ് പറഞ്ഞു അല്ല 249 സെല് ചെയ്യണം. നമ്മളൊരു സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് വന്നു. ഓ. അവർ 299 സെല് ചെയ്യാൻ തുടങ്ങി, ഓ. 349 സെല് ചെയ്യാൻ തുടങ്ങി. അത് ശരി. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ. അതിൽ പല പ്ലേയേഴ്സും വന്നു, പല പ്ലേയേഴ്സും വന്നു. പല അവര് പ്രൈസ് നിങ്ങളെക്കാളും വലിയ പ്രൈസ് റേഞ്ചിൽ പ്രൈസ് റേഞ്ചിലൊക്കെ വെക്കാൻ തുടങ്ങി. ഇപ്പൊ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഇപ്പൊ ആ, നമ്മളിരുന്ന് അക്യൂർ ചെയ്തതിനു ശേഷം ഈ ബ്രാൻഡ് ഓർഗാനിക് നേത്ര പോലും ആ. വില കുറച്ചിട്ടാണ് വെക്കുന്നത്. അത് ശരി. പല കാരണങ്ങളും ഉണ്ട്. സെല്ലർ മാറിയതും അതിന് അവരെ കോസ്റ്റിംഗിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. കറക്റ്റ്. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മളൊരു എക്സ്പീരിയൻസ്, ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഇതിനെ കാണുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു കണ്ടിട്ടുള്ളത്. കാരണം ഒന്ന് ഈ പ്രൈസിങ്ങിന്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷനിൽ കേരളത്തിൽ മാത്രം വർക്കാവുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് പാൻ ഇന്ത്യ പുഷ് ചെയ്യാൻ നോക്കും, ആ. വർക്കാവില്ല. പക്ഷെ ഞാൻ കണ്ട വേറൊരു കാര്യം എന്താ പറയുക, വലിയ വലിയ ബ്രാൻഡുകൾ ഓൾറെഡി കേരളത്തിലുണ്ട്. ഇവർ ഓൺലൈനിൽ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർ വിചാരിക്കുന്ന അവർക്ക് അതേ കൈൻഡ് ഓഫ് സെയിൽ ഓൺലൈനിൽ കിട്ടണം. പക്ഷെ ഞാൻ മനസ്സിലാക്കണോടത്തോളം ആദ്യം പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്യും. അത് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ ടോപ്പ് 2 ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് മാത്രമല്ല, ബിൽ ബോർഡ്സും ആണ്. ബിൽ ബോർഡ്സ് അതുണ്ട്. യെസ്, നിങ്ങൾക്ക് ബേസിക്കലി അവിടെ വെച്ച് കഴിഞ്ഞാൽ യുവർ ബ്രാൻഡ് ഈസ് വിസിബിൾ ടു ദ ഹോൾ ഇന്ത്യ. അപ്പൊ ചിലപ്പോൾ അവിടെ ലാഭം നഷ്ടത്തിന് വിറ്റ് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. ഇഫ് യു ആർ ഓൾറെഡി എ വെരി ഗുഡ് ബ്രാൻഡ്, ബിക്കോസ് അത് നിങ്ങൾക്ക് ബാക്കിയുള്ളടത്ത് സെല്ലാവും. ആമസോണിൽ സാധനം ഉണ്ടെങ്കിൽ അത് ശരി, അത് ഒരു മാസീവ് പോയിന്റാ. ഈ വലിയ ബ്രാൻഡുകളെ സംബന്ധിച്ച് അവർ കാണേണ്ടത് ഇത് പാൻ ഇന്ത്യ ലെവലിൽ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള, പെയ്ഡ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ചാനലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡ് അവയർനെസ്സിനും കൂടി ഉള്ള ഒരു ചാനലായിട്ടോ ഒക്കെ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അതെ. അപ്പോൾ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ളൊരു ബ്രാൻഡ് ഇപ്പം അടുത്ത 2-3 വർഷത്തിന്റെ ഉള്ളിൽ 2-3 സ്റ്റേറ്റിലെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ സെല്ലയിൽ നല്ലതാണ്. കാരണം അത്രയും ചീപ്പായിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ വേറെ അവന്യൂ ഇല്ല. കറക്റ്റ്. ഇപ്പൊ വേറൊരു സ്റ്റേറ്റിൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ ലോട്ട് ഓഫ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്. അതിന് പകരം നിങ്ങൾ ആമസോൺ ലോഞ്ച് ചെയ്യും, എന്നിട്ട് ആ സ്റ്റേറ്റ് ഫോക്കസ് ചെയ്തിട്ട് യു ക്യാൻ ഡു ആമസോൺ ആഡ്സ്, റൈറ്റ്? എക്സാക്ട്ലി. പ്ലസ് ഞാൻ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇഫ് ഐ എം ലോഞ്ചിങ് എ ബ്രാൻഡ് നോ, ഞാൻ ആദ്യം ബിൽഡ് ചെയ്യുക ഒരു ഫൗണ്ടർ ബ്രാൻഡിങ് ആയിരിക്കും. ആ ഫൗണ്ടറെ വെച്ച് ബ്രാൻഡ് ചെയ്ത് ഒരു ബ്രാൻഡ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം യൂസുഫ് ബൈ പെർഫ്യൂംസ് പറയുന്ന പോലെ, കാരണം അതൊക്കെ ഒരാളെ പേരിലുള്ള ബ്രാൻഡാണ്. പക്ഷെ അത് ഓൾറെഡി സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉണ്ടാവും. സോ വെൻ യു ഗോ ടു ആമസോൺ സിമിലർ മാർക്കറ്റ് പ്ലേസസ്, അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ ബ്രാൻഡിനെ ഓൺബോർഡ് ചെയ്യാൻ. ഈവൻ ഫോർ ദാറ്റ് കേസ് ക്വിക്ക് കമേഴ്സിൽ വർക്ക് ചെയ്തു വരും. നമ്മൾ നല്ല രീതിയിൽ പേഴ്സണൽ ബ്രാൻഡിങ് സ്പെസിഫിക് ഒരു കസ്റ്റമർ പേഴ്സോണയിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ കൺക്ലൂഡിങ് ദിസ്, എനിക്ക് തോന്നുന്നത് ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് ദെൻ യു ഗോ ഇൻ ടു മാർക്കറ്റ് പ്ലേസസ് ടു. മാർക്കറ്റ് പ്ലേസ് ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയാസ്. അതായത് ഒരു നിങ്ങൾ നേരത്തെ ചോദിച്ചു ഒരു ഇ കൊമേഴ്സിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണതിനെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇ കൊമേഴ്സ് തുടങ്ങാൻ തന്നെ വാട്സപ്പിലൂടെയും മെറ്റലൊക്കെ, അതൊക്കെ ഇ കൊമേഴ്സ് തന്നെയാണ്. ട്രയൽ നോക്കാൻ, അതേപോലെ ട്രയൽ നോക്കാനും മാർക്കറ്റ് റെസ്പോൺസ് എടുക്കാനൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് മാർക്കറ്റ് പ്ലേസ്. ഒന്നും ചെയ്യണ്ട. കാരണം ലിസ്റ്റ് ചെയ്യുന്നു, നമ്മളെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു, റിവ്യൂസും ജെന്യൂൻ റിവ്യൂസ് ഒക്കെ കിട്ടാനും, അതേപോലെ ഏത് കസ്റ്റമേഴ്സ് ആണത്, കസ്റ്റമർ ഇന്ററാക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, റിസൾട്ട് കിട്ടും. പല വലിയ ബ്രാൻഡുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്കൊക്കെ അവരെ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉള്ള, ഇപ്പം മാരിക്കോനെ പോലെയുള്ള വലിയ കമ്പനികളൊക്കെ പോലും അവർക്കൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അവർ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ ആ പ്രൊഡക്റ്റ് ലോഞ്ചായി മാസമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പബ്ലിസിറ്റി ക്യാമ്പയിൻ ഒക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ഒരു 5-6 കോടിയൊക്കെ രൂപ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴേക്ക് ചെലവാകുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് അതും ട്രയലാണ്, വർക്കാവില്ല എന്നുള്ളത് 2 റൗണ്ട് ഓടുമ്പോഴേ അറിയുള്ളൂ. ഇതേ കാര്യം ഒരു 10-15 ലക്ഷം വെച്ചിട്ട് ഇ കൊമേഴ്സിൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ചെറിയ രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു 5 ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിൽ ഒരു പാൻ ഇന്ത്യ ട്രയൽ എടുക്കാൻ പറ്റും. കാരണം കസ്റ്റമർ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാം, കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒനിയൻ ഓയിൽ ഉണ്ട്, ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് സമയത്ത് അത് വളരെ പോപ്പുലർ ആയതിനു ശേഷം ഇപ്പൊ പാരച്യൂട്ട് പോലും ഒനിയൻ ഓയിൽ മിക്സ്ഡ് ആയിട്ടുള്ള പാരച്യൂട്ടിന്റെ ഒക്കെ വേർഷൻ ഇറക്കി. അവര് ഈ ഇൻസൈറ്റ്സ് ഇവിടുന്ന് കിട്ടിയത്, അല്ലാതെ കാരണം അവരും അക്യൂർ ചെയ്തിട്ടുണ്ട് ഒരു D2C ബ്രാൻഡ് തന്നെ, ബ്രാൻഡിന്റെ പേര് മറന്നു. അവര് ആദ്യം നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് ആണ് പിന്നെ അവർ ഓഫ്ലൈൻ ബിസിനസ്സിലേക്ക്, കാരണം ടേൺ ഓവറും വലിയ ബിസിനസ് നടക്കുന്നത് എന്തായാലും ഓഫ്ലൈനിൽ തന്നെയാണ്, വോളിയം.
പക്ഷെ കുറെ കാര്യങ്ങൾ ട്രയൽ നോക്കാനും ടെസ്റ്റ് ചെയ്യാനും ആ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാനും എല്ലാത്തിനും വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള വേ ആണ് ഇത്. കറക്റ്റ്. പല ബ്രാൻഡുകളും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വലിയ ബ്രാൻഡുകളൊന്നും വേണ്ട രീതിയിൽ ഇതിനെ യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവര് വിചാരിക്കുന്നത് ഡേ 1 തൊട്ടിട്ട് നമുക്ക് എത്ര സെയിൽസ് കിട്ടണം. അതെ 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 പക്ഷെ ബേസിക്കലി അതൊരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ചാനലായി കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ അതെ. പക്ഷെ ഇവിടെ മാർക്കറ്റിങ്ങിന് നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പല ബ്രാൻഡുകളും ഇപ്പം 2-3 ഹോർഡിങ് ഹൈവേയിൽ വെക്കുന്ന എക്സ്പെൻസ് ചിലപ്പോൾ വരില്ല 2-3 മാസം ആമസോണിൽ നഷ്ടത്തിൽ വിറ്റാല്. പക്ഷെ അതിൽ കൂടുതൽ കിട്ടുന്ന ബ്രാൻഡിങ് അഡ്വാൻറ്റേജ് ഒന്നും ആ കമ്പാരിസൺ പലപ്പോഴും അവർക്ക് കിട്ടാതെ പോകുന്നതുകൊണ്ടാണ്. അതെനിക്കൊന്ന് ആ ട്രഡീഷണൽ മോഡൽ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ ന്യൂ ഏജ് ടെക്നിക്സ് ട്രൈ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ, അവർക്ക് അതിന്റെ പേടിയോ മേ ബി എംപ്ലോയീസിനുള്ള പേടിയോ കാരണമായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ എപ്പോഴും ഞാൻ പറയാ, യു ഷുഡ് ഓൾവേസ് പുട്ട് അസൈഡ് എ ബഡ്ജറ്റ് ടു ജസ്റ്റ് കീപ് ട്രൈങ് ന്യൂ ടെക്നിക്സ്. അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ChatGPT വരെ ആവാം. ഇപ്പൊ നമ്മള് പിന്നെ ChatGPT നമുക്കൊന്ന് മനസ്സിലായി എന്തൊക്കെ AI നടക്കുന്നുണ്ട്. പക്ഷെ യു ഓൾവേസ് ഹാവ് ടു ഹാവ് എ ബഡ്ജറ്റ് സെറ്റ് അസൈഡ് ഫോർ ന്യൂ തിങ്സ്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് പ്രെറ്റി മച്ച് നമ്മളൊരു മാർക്കറ്റ് പ്ലേസ് സാധനങ്ങൾ ഇവിടെ കവർ ചെയ്തതെന്ന് തോന്നുന്നു. സോ ബിഫോർ വി വൈൻഡ് അപ്പ്, ദാവൂദും കൂടി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ. പിന്നെ ദാവൂദ് വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയിൽ കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിരുന്നു. നമ്മളെ എന്താ പറയുക, നമ്മളെ ടോപ്പ് ഫാൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ദാവൂദിനോട് ചോദിക്കാം. വൈ സെല്ലേഴ്സ് ആർ ലീവിങ് ആമസോൺ? ഡു യു തിങ്ക് സെല്ലേഴ്സ് ആർ? ഐ ഡോണ്ട് തിങ്ക് സോ. ഉണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഇതിന് ജസ്റ്റ് ഒരു സെയിൽസ് ചാനലായിട്ട് മാത്രം കാണുന്നവരെ സംബന്ധിച്ച് ലോസ് വന്ന് സ്വാഭാവികമായിട്ട് അവർ വേണ്ടാന്ന് വെക്കും. പിന്നെ പോരാത്തിന് പല കാറ്റഗറികളും അത്ര പ്രോഫിറ്റബിൾ ആയിട്ട് എല്ലാം റൺ ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റുകൾക്ക് സെല് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം അല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട് ചില കാറ്റഗറിയിൽ പിന്നെയും പോസിബിൾ ആണ്. ആമസോണിൽ ഇപ്പം ബിലോ 300 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യണമെങ്കിൽ നമ്മുടെ കോസ്റ്റ് അത്രയും കുറവാണ്, എന്നാൽ മാത്രമേ അത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുള്ളൂ. കറക്റ്റ്. പിന്നെ ആൾക്കാർ ഇപ്പോൾ പല ബ്രാൻഡുകളും അല്ല പല സെല്ലേഴ്സും ലീവ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഇതിൽ പല എന്താ പറയുക ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു പുതിയ സെല്ലറായി വന്നു, എനിക്ക് വന്ന ആദ്യത്തെ 10 ഓർഡറിൽ 4 റിട്ടേൺ വന്നു. ഫ്രോഡ് റിട്ടേൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ വേണ്ടാന്ന് നോക്കും, മൂട് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും അത് സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ട് കുറേ. നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. SPF എന്ന് പറഞ്ഞാൽ സെല്ലർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആമസോണിന്റെ ഒക്കെ കുറെ സ്കീം ഉണ്ട്. നമുക്ക് കോമ്പൻസേഷൻ ഒക്കെ കിട്ടും. അതൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ബിസിനസ്സും ചെയ്യുന്ന പോലെ തന്നെ ആമസോണിൽ സെല് ചെയ്യുന്ന ലീവ് ചെയ്യുന്നതുകൊണ്ട് പലർക്കും പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഞങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടല്ല സെല് ചെയ്ത്. പക്ഷെ ആസ് എ ടോട്ടൽ ഞങ്ങൾ പ്രോഫിറ്റബിൾ ആണ്. പെർസിസ്റ്റ് ചെയ്യണം. എക്സാക്ട്ലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബെസ്റ്റ് മെത്തേഡ് ടു ഇൻക്രീസ് ഡെലിവറബിൾസ് പാൻ ഇന്ത്യ. എന്താണ് ഡെലിവറബിൾസ്? ഡെലിവറീസ് ആയിരിക്കും. ഇന്ത്യയിൽ മൊത്തം ഡെലിവറി ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്? അതിൽ നമ്മൾ സെല്ലർ ആയിട്ടാണോ ബ്രാൻഡ് ഓണർ ആയിട്ടാണോ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പം ആമസോണിൽ കുറച്ച് വലിയ ബിഗ് സെല്ലേഴ്സ് ഉണ്ട്. പണ്ട് ക്ലൗഡ് ടെയിൽ ഉണ്ടായിരുന്ന പോലെ ഇപ്പോൾ ക്ലൗഡ് ടെയിൽ ഇല്ല. ഇപ്പോൾ RK വേൾഡ്, ഇൻഫോകോം പോലെയുള്ള വലിയ സെല്ലേഴ്സ് ഉണ്ട്. അതേപോലെ ഗാലക്സി ഇൻകോർപ്പറേഷൻ. അങ്ങനെ ഇവർ ത്രൂ സെല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ യൂഷ്വലി ഫ്ലിപ്കാർട്ട് ഓഫ്ലൈനിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഓൾറെഡി ഒരു മാർജിൻ ഫിക്സ് ചെയ്തിട്ട് ഇവർക്ക് സെല് ചെയ്യാണ് ചെയ്യുക. പിന്നെ അവർ റീസെല് ചെയ്യും. അവർ എത്രക്ക വെക്കുക എന്നുള്ള പ്രൈസ് കൺട്രോൾ ഒന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് പ്രോമിസ് ചെയ്ത പൈസ അവർ പറഞ്ഞ ഡേറ്റിൽ തരും. പക്ഷെ അവർ പല പ്രൈസിൽ അത് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഒന്നും ചിലപ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ RK വേൾഡ്, ഇൻഫോകോം പോലുള്ള സെല്ലേഴ്സിന് കാലിക്കറ്റ് വരെ വെയർ ഹൗസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവർ ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ക്യുക്കമേഴ്സ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഡാർക്ക് സ്റ്റോർ പോലുള്ള സെറ്റപ്പാണ് ഇവരൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഗില്ലറ്റിൻ്റെ പിന്നെ ഷേവിങ് സെറ്റ്, പിന്നെ നമ്മൾ റെഗുലർ പർച്ചേസിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, രാവിലെ ഓർഡർ ചെയ്ത് വൈകുന്നേരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ പലതും ഇവർ ഇതേപോലുള്ള ഡാർക്ക് സ്റ്റോർ പോലെയുള്ള ഈ ചെറിയ മിനി വെയർ ഹൗസുകളിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനാണോ FBA എന്ന് പറയുന്നത്? FBA ആണ് ആക്ച്വലി അത്. അപ്പോൾ ഇത് വേറെ എന്തോ ഒരു അറേഞ്ച്മെന്റ് ആണ്, ഇതേപോലെയുള്ള വലിയ സെല്ലേഴ്സിനുള്ള അറേഞ്ച്മെന്റ് ആണ്. നമുക്കൊന്നും അത് നമുക്കും പറ്റും, കാരണം മൾട്ടിപ്പിൾ വെയർ ഹൗസ്, സെല്ലർ ഫ്ലെക്സ്. പക്ഷെ ആ ഒരു മോഡൽ ഇതുവരെ നോർമൽ സെല്ലേഴ്സിന് അത് വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ക്യുക്കമേഴ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷേഴ്സ് അവർ ഓൾറെഡി ട്രയൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല പ്രൊഡക്റ്റുകളും നമുക്ക് രാവിലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഓഫീസിലൊക്കെ കിട്ടുന്ന സമയമുണ്ട്. കാലിക്കറ്റൊക്കെ ഇപ്പോൾ രാവിലെ ഓർഡർ ചെയ്യുന്ന വൈകുന്നേരമെങ്കിലും മിനിമം കിട്ടുന്ന പല പ്രൊഡക്റ്റുകളുണ്ട്. പോരാത്തിന് ഇപ്പോൾ
ഇപ്പോൾ കാലിക്കറ്റിലേക്കൊക്കെ നല്ലൊരു ശതമാനം പ്രൊഡക്ട്സ് വരുന്നത് മുമ്പ് ബാംഗ്ലൂരിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ്. അതും നെക്സ്റ്റ് ഡേ ഡെലിവറി പോസിബിൾ ആണ്. അതെ. അപ്പോൾ ക്യുക്കമേഴ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള പണികൾ അവർ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ വലിയ സെല്ലേഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 hour ഡെലിവറിയും 2 hour ഡെലിവറി ഒക്കെ വളരെ ഈസിയാണ്. പാൻ ഇന്ത്യ പോകാൻ ഇപ്പൊ ചോദിച്ച വലിയ ബ്രാൻഡുകളുടെ കേസാണ് ഈ ചോദിച്ചതെന്നുണ്ടെങ്കിൽ. കറക്റ്റ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ ഞങ്ങൾക്ക് 7 സ്റ്റേറ്റ്സിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 7 സ്റ്റേറ്റ്സിൽ FBA ഉണ്ട്. ഓക്കെ. കേരള അടക്കം 7 സ്റ്റേറ്റ്സിൽ FBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫുൾഫിൽമെന്റ് ബൈ ആമസോൺ ആണ്. ഓക്കെ. അതേപോലെ ഫ്ലിപ്കാർട്ടിനും വെയർ ഹൗസുകളുണ്ട്. നമ്മൾ ഇൻവെന്ററി ബൾക്കായിട്ട് അവരെ വെയർ ഹൗസിലേക്ക് എത്തിക്കുന്നു. ഓക്കെ. അത് അവരെ സിസ്റ്റം തീരുമാനിക്കുക ഏത് FBA എന്ന് സാധനം പോകണം. നിയറസ്റ്റ് FBA എന്നായിരിക്കും പോകുന്നുണ്ടാവും. കാരണം ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി കിട്ടുക എന്നുള്ള പല കാരണങ്ങളുണ്ടാവും. മൾട്ടിപ്പിൾ FBA മോഡൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പാൻ ഇന്ത്യ നമ്മൾ പ്രൊഡക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി കിട്ടാനുള്ള ഒരു മെത്തേഡ്. നോർമൽ സെല്ലേഴ്സിന് ഞാൻ പറയുന്നത്, വലിയൊരു ബ്രാൻഡ് ആണെങ്കിൽ നമ്മൾ സ്വന്തം സെല് ചെയ്യുന്നതിന് പകരം ഇതേപോലുള്ള വലിയ സെല്ലേഴ്സായിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാണ് സ്മാർട്ട് ഗെറ്റ് ഇറ്റ് ഡെലിവേർഡ്. ഓക്കെ. സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ആമസോൺ PNL ഈസ് ക്യാരി ഫോർ സെല്ലേഴ്സ്. എന്തെങ്കിലും ആപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആമസോണിൽ? ഞങ്ങൾ ഇതേപോലെ മൾട്ടിപ്പിൾ മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുമ്പോൾ ഇതിലെല്ലാം ഡാറ്റ അനലൈസ് ചെയ്യുക, അതേപോലെ ഇൻവെന്ററി മാനേജ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എപ്പോഴും ചലഞ്ച് തന്നെയാണ്. പല പ്ലാറ്റ്ഫോമും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് കുറവാണ്. അപ്പൊ നമുക്ക് അതിലൊന്നും ഹാപ്പി അല്ല. പിന്നെ ഈ PNL എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആമസോണിൽ അവർ തരുന്ന ഡാറ്റ എല്ലാം റോ ഡാറ്റയാണ്. എല്ലാ ഡാറ്റയും തരും. അതെ. ഡാറ്റ എന്താ പറയാ 100% പക്കയാണ്. പക്ഷെ ആ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിലാണ് ഇപ്പൊ പ്രശ്നം. ഇപ്പൊ ഒരു നോർമൽ അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞ് വന്ന ആൾക്ക് ചിലപ്പം ആ ഡാറ്റ വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെയാ ഫയൽ ചെയ്യേണ്ടത്, കാരണം എല്ലാ ഡാറ്റയും ഉണ്ട്. GST ഫയൽ ചെയ്യാനുള്ള ഡാറ്റ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ തരുന്നുണ്ട്. പിന്നെ PNL ആണെങ്കിൽ നമ്മൾ എക്സ്പെൻസും പല ടൈപ്പ് ഓഫ് എക്സ്പെൻസുകളുണ്ട്. അപ്പൊ അതൊക്കെ ബേസിക്കലി എക്സലിൽ കുറച്ച് നേരം വർക്ക് ചെയ്യേണ്ട ഒരു പണി അതിൽ വരുന്നുള്ളൂ. കറക്റ്റ്. ഇതിന് ആപ്പ് ഒന്നും ആവശ്യമില്ല. അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അത് ഈസിയാണ്. നമ്മളെ ടീം അത് വളരെ സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കോർ സ്ട്രെങ്ത്തും അത് തന്നെയാണ് ആക്ച്വലി, ആ ഒരു പിന്നെ അനാലിസിസ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളതൊരു പ്രൊഡക്റ്റ് ആക്കണം എന്ന് സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു SaaS പ്രൊഡക്റ്റ് ആക്കി മാറ്റണം എന്നുള്ള. ഇതേപോലെ ആമസോൺ സെല്ലേഴ്സിന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് സെല്ലേഴ്സിന് വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന, അവരുദ്ദേശിച്ചതായിരിക്കും. PNL സ്കെയർ ചെയ്യുന്ന ഉദ്ദേശിച്ചത് PNL പ്രിപ്പയർ ചെയ്യുന്നതാണോ അതോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും റിപ്പോർട്ട് ജനറേഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. നല്ലൊരു ടെക് പാർട്ണറെ കിട്ടി കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ വെച്ചാൽ ഇത് കാണുന്ന ഡെവലപ്പേഴ്സ് ഇവിടെ ഇവര് ബിൽഡ് ചെയ്യാൻ തയ്യാറാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. യു ഹാവ് ടു ജസ്റ്റ് ഗെറ്റ് ദ ആപ്പ് ബിൽഡഡ് ഫോർ ദം അല്ലേ? ഡെവലപ്പർ ആയിട്ട് എനിക്കൊരു സ്റ്റേക്ക് തരണേ. നമ്മളൊരു JV മോഡലിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. കാരണം അതിന്റെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്ത് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് ആണ് വേണ്ടി വരിക, അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള ആ നോളജ് ഉണ്ട്. പക്ഷെ നമുക്ക് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് API ഇന്റഗ്രേഷൻ പോലും ആവശ്യമില്ലാത്ത രീതിയിലുള്ള API ഇന്റഗ്രേഷൻ ആണ് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുക ഈ പ്രൊഡക്റ്റുകളെ. അപ്പൊ അതില്ലാത്ത രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചെയ്യണം. അടിപൊളി. അതും ഈ ഷോ ആകുമ്പോഴത്തേക്കും ഇത് റിലീസ് ആകുമ്പോഴത്തേക്കും കിട്ടിയിരിക്കും. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ വെരി ഇൻസൈറ്റ്ഫുൾ സെഷൻ. ഇനി നമ്മളെ സ്പോൺസർ ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം. ഇറ്റ് ഈസ് ഹാരിസൺകോ. ഹാരിസൺകോ is one of the best e-commerce marketing agencies in Kerala right now. They can build your store. They can market it for you. Do check them out. So thank you Dawood. Thank you for dropping in. Most probably നമ്മൾ പുതിയൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി കാണും. Sure. Thank you.